ഇവനെ ശിക്ഷിക്കണം അല്ലാ എന്ന് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ പരലോകത്ത് പറയാൻ ഇടവരരുത്. ഞങ്ങൾ അല്ലാ ഇത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. റബ്ബേ, ഇവര് സാക്ഷിയാണ്. ഈ പ്രദേശത്ത് ഞങ്ങൾ അറിഞ്ഞ സത്യം ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന ദൗത്യ നിർവഹണം മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ദുരാരോപണം, ഇവർക്ക് അല്ലാ മാത്രം മതി, മറ്റുള്ളവരോടൊന്നും ഇവർക്ക് സ്നേഹമില്ല എന്ന ആരോപണത്തിന്റെ വസ്തുത എന്താ? ഒരൽപ്പം വിഷയത്തിന്റെ കാതലായ ഭാഗങ്ങളിലേക്ക് ഞാൻ വരാം. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആ വിഷയത്തിൽ അല്ലാ മാത്രം മതി എന്നാണ്. ദുആഇന്റെ വിഷയത്തിൽ അല്ലാ മാത്രം, പ്രാർത്ഥനയുടെ വിഷയത്തിൽ അല്ലാ മാത്രം, ഇസ്തിഗാസയുടെ വിഷയത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള തേട്ടം മുഴുവൻ അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ. നേർച്ചകളും വഴിപാടുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. എവിടെയാ പറഞ്ഞത്? സൂറത്ത് ഗാഫിർ. സൂറത്ത് ഗാഫിർ, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഇദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവിൻ, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നിങ്ങൾ ആ ദർഗയിൽ പോയി ചോദിച്ചോ എന്നല്ല, ആ ബീവിയോട് പറഞ്ഞോ എന്നല്ല, ആ ഹോജയോട് ഇസ്തിഗാസ നടത്തിക്കോ എന്നല്ല, എന്നോട് ചോദിക്കുവിൻ, എന്നോട് തേടുവിൻ, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങളുടെ ദുആ കേട്ട് ഉത്തരം നൽകുമെന്ന് ഖുർആൻ പറയുമ്പോ, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോട് ദുആ ചെയ്യുക എന്ന വിഷയത്തിൽ, ആ ഇബാദത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും അഹങ്കരിച്ചുകൊണ്ട് മാറിപ്പോയാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യന്മാരായി നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും കേട്ടോ. ഇത് ഖുർആനിന്റെ പ്രയോഗമാണ്, അല്ലാഹു പറഞ്ഞതാണ്, ദീനിന്റെ വാദമാണ്, പുത്തൻ വാദമല്ല. സൂറത്ത് ഗാഫിറിൽ ഇങ്ങനെ ഒരു ആയത്തില്ലെങ്കിൽ ഇനി ഞാനിവിടെ വയലിന് വരുമ്പോ നിങ്ങൾ എന്റെ വയല് കേൾക്കണ്ട. ഇന്ന് പോയി പഠിക്കൂ. കോഴിക്കോട് വലിയ കാലി ശിഹാബുദ്ദീൻ ഇമ്പിച്ച് കോയ തങ്ങളും ഖുർആനിന് പരിഭാഷ എഴുതിയിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ മഖ്തൂമി പരിഭാഷയുണ്ടല്ലോ, മാട്ടൂൽ ഉസ്താദിന് പരിഭാഷയുണ്ടല്ലോ, ബഹുമാന്യന്മാരായ പണ്ഡിതന്മാർ ഖുർആൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ പരിഭാഷയിൽ ഏതെങ്കിലും ഒരു പരിഭാഷ എടുത്തിട്ട് സൂറത്ത് ഗാഫിറിലെ ഞാനിപ്പോൾ ഓതിയ വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ എന്ന ആയത്തിന് ഞാൻ പറഞ്ഞ അർത്ഥമല്ലേ അവരും എഴുതിയിട്ടുള്ളത് എന്ന് പരിശോധിച്ച് അത് അല്ല എങ്കിൽ സഹോദരങ്ങളെ, ഇനി ഞങ്ങളുടെ വയല് നിങ്ങൾ കേൾക്കണ്ട. അത്ര ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? അല്ലാഹ് പറഞ്ഞ പഴയ വാദമാണത്, ശരിയായ ദീൻ. ഇവിടുന്ന് നമ്മുടെ ഉമ്മത്തിനെ ഉസ്താദുമാര് തെറ്റിച്ചു കളഞ്ഞു. അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടല്ല, കിതാബ് തിരിയാത്തത് കൊണ്ടല്ല, അയാള് ഫൈലിയോ ഹുദവിയോ ദാരിമിയോ സഖാഫിയോ അഹ്സനിയോ ആവാത്തത് കൊണ്ടല്ല. അറിയാം, ദർജയുണ്ട്, ബിരുദമുണ്ട്, സനദ് കിട്ടിയിട്ടുണ്ട്, എല്ലാ നിലക്കും കഴിവുകളുള്ളവരാണ്. പക്ഷേ സഹോദരങ്ങളെ, അറിഞ്ഞുകൊണ്ട് സത്യം മൂടിവെക്കുന്നു. എന്തിന്? ആ പാവപ്പെട്ട പണ്ഡിതന്മാർ അവർ ആത്മാർത്ഥമായി അവരുടെ ഉപ്പമാരും ഉമ്മമാരും ദീൻ പഠിക്കട്ടെ, ആലിമീങ്ങളാവട്ടെ എന്ന് പല ഉസ്താദുമാരും ഓരോ വീട്ടിലും ഒരു ആലിമുണ്ടാവട്ടെ എന്ന് വയല് പറഞ്ഞപ്പോ, പണ്ട് വയല് കേട്ട് ദീനിലേക്ക് ക്ഷണിക്കാനുള്ള നല്ല പണ്ഡിതന്മാര് എന്റെ കുട്ടികളിൽ ഒരാളെങ്കിലും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് അതേ ഓതാൻ വേണ്ടി വിട്ടവരാണ്. അവരോതിയിരുന്ന് പഠിച്ചു വന്നപ്പോ നാട്ടിലുള്ളത് വേറെയാണ്, ഏട്ടിലുള്ളത് വേറെയാണ്. അപ്പൊ നാട്ടിലുള്ളതിനനുസരിച്ച് കൊണ്ട് ഏട്ടിലുള്ളത് മൂടി വെച്ച് അവരങ്ങ് ഫത്വ കൊടുത്തു. ഏത് ഉസ്താദിനോടും നിങ്ങൾ ചോദിക്ക്, ഇങ്ങനെ ഖുർആനിൽ ഒരു ആയത്തില്ലേ? ഇല്ലാന്ന് ഉസ്താദ് പറയില്ല. ഖുർആനിൽ അങ്ങനൊക്കെ ആയത്തുണ്ട്, പക്ഷെ അതിന്റെ മാന നിങ്ങൾക്ക് തിരിയൂല. അല്ലേ അല്ലേ സഹോദരന്മാരെ? ശരി, മാന അവർക്ക് തിരിയില്ല, പാവപ്പെട്ടവരാണ്, അവർക്ക് വിവരമില്ലല്ലോ. പക്ഷേ പറഞ്ഞു തന്ന മുജാഹിദ്, ഞങ്ങൾ സലഫികൾ സഹോദരന്മാരെ, ഈ കൂട്ടായ്മക്കും ഇവർ ഡയറി നോക്കി വയത് പറയുന്നവരാണ്, കിതാബ് തിരിയില്ല എന്നാണല്ലോ മറ്റൊരാരോപണം. ശരി, ഞങ്ങളുടെ ഇൽമ അത്ര കുറവാ, ഞങ്ങൾ മാറ്റിവെക്കുന്നു, താഴ്ന്നു. ശരി, പക്ഷേ
കോഴിക്കോട് വലിയക്കാൾ ഇമ്മിനെ വലിയ ആലിമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അദ്ദേഹം എഴുതിയിട്ടുള്ള ഖുർആൻ പരിഭാഷ ഒന്ന് എടുത്തു നോക്കാലോ? നമുക്ക് നോക്കാം. ആ പരിഭാഷയിലും ഞങ്ങൾ പറഞ്ഞ അർത്ഥമാണെങ്കിൽ ആരതാ ശരിയായ ഇൽമ്, ആരാ സത്യം മൂടി വെച്ചത്, ഏതാ ശരിയായ വാദം, ഏതാ പുത്തൻ വാദം നമുക്ക് മനസ്സിലാകും. ലളിതമായി ഞാൻ പറയാം. ഇനി നോക്കൂ നിങ്ങൾ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ സൂറത്തുൽ ഫാത്തിഹയിലാണല്ലോ ഈ ആയത്തുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രതിജ്ഞ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എല്ലാ ദിവസവും നിർബന്ധമായി 5 നേരം കൃത്യമായി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രതിജ്ഞ. അല്ലാഹ്, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുകയുള്ളൂ. ഇതൊരു പ്രതിജ്ഞയാണ്. ഈ പ്രതിജ്ഞ നമ്മൾ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇമാമ് നിൽക്കുന്ന ഉസ്താദിന്റെ നമ്മുടെ ഇമാമിന്റെ പിറകിലായി നമ്മൾ ജമാഅത്തായി നമസ്കരിക്കുമ്പോഴും ഇനി ജമാഅത്തിനെത്താതെ ഒറ്റക്ക് നമസ്കരിക്കുന്നവരുമൊക്കെ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ്, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുകയുള്ളൂ. ഈ ഭൂമി മലയാളത്തിൽ, കേരളത്തിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ ഒരു പരിഭാഷയൊഴികെ, അതേതാ ഒരു പരിഭാഷ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ബാക്കിയുള്ള എല്ലാ പരിഭാഷയിലും ഈ മാത്രം, അള്ളാഹിനോട് മാത്രം, അള്ളാഹ് നിന്നോട് മാത്രം എന്ന അർത്ഥം നമുക്ക് കാണാം. പക്ഷെ മുസ്തഫൽ ഫൈലി എന്ന് പറയുന്ന, മുമ്പ് പലിശയൊക്കെ ഹലാലാക്കിയ, പിന്നെ അത് ഹറാമ് തന്നെ എന്ന് പറഞ്ഞ് കോടതി അംഗീകരിച്ച സമസ്തയിലേക്ക്, EK സമസ്തയിലേക്ക് പാകപ്പെട്ടു വന്ന മുസ്തഫൽ ഫൈലിയുടെ ഖുർആൻ പരിഭാഷയിൽ മാത്രം മറ്റുള്ളവർക്കൊരു മൂത്രവും മുജാഹിദിനൊരു മാത്രവും എന്നൊരു പരിഹാസം കാണാം. അവിടെ അദ്ദേഹം കൊടുത്ത അർത്ഥം, അല്ലാഹ് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു മാത്രം ഒഴിവാക്കി. എന്തിനാത്? അള്ളാഹിനോടുണ്ട്, മറ്റുള്ളവരോടുണ്ട്, അതിനു വേണ്ടി. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ പരിഭാഷ ഒഴിച്ച് ബാക്കി എല്ലാ പരിഭാഷകളും നിങ്ങൾ പരതിക്കോ. ഈ പറയുന്ന ഈ സലഫി പ്രസ്ഥാനം പറയുന്ന അർത്ഥമാണ് അവരും കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹിനോട് മാത്രല്ലേ ദുആ പാടുള്ളൂ. അതല്ലേ നമ്മൾ ഇമാമൊക്കെ ഒപ്പം പ്രതിജ്ഞ എടുത്തത് ആണ്. ആ പള്ളിയിൽ നമ്മൾ വുളൂ ചെയ്ത് നിസ്കരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ, ആ പള്ളിയിലേക്ക് കയറുമ്പോൾ നമ്മുടെ കാലിൽ വുളൂഇന്റെ അംശമായി ആ വുളൂ ചെയ്ത വെള്ളം ഒരല്പം നമ്മുടെ ആ പള്ളിയിൽ ടൈൽസും മാർബിളും ഒക്കെയുള്ള പള്ളിയിലൂടെ നമ്മളിങ്ങനെ കയറി പോകുമ്പോ ആ സ്റ്റെപ്പിൽ ബാലൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോ ഒന്ന് വഴുതി വീണെന്ന് വിചാരിക്കാം. ആ വിടുമ്പോ തന്നെ ഇമാം എന്ന ഉസ്താദ് എന്താ പറയാ, അള്ളാന്റെ ബദരീങ്ങളെ, എവിടെ പോയി ആ പ്രതിജ്ഞ? എവിടെ പോയി ആ പ്രതിജ്ഞ? സഹോദരന്മാരെ, വളരെ അപകടമാണ്. അള്ളാഹുവോട് തേടേണ്ടുന്നതിന് പകരം ആ ദുആ, ആ പ്രാർത്ഥന, ആ ഇസ്തിഗാസ കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനത്തിലല്ലല്ലോ, അതിനപ്പുറമാണല്ലോ ആ വിഷയത്തിൽ സഹായം. അവിടെ വീഴുമ്പോ അപകടമൊന്നുമില്ലാതെ, ഞാൻ അഥവാ വീണാൽ തന്നെ പ്രശ്നമൊന്നും പറ്റാതിരിക്കാൻ കാക്കണേ, ആ കാവലിന് വേണ്ടിയാണല്ലോ അപ്പോഴുള്ള വിളി. അത് അല്ലാഹ് എന്നാണെങ്കിൽ അത് തൗഹീദാണ്. നമ്മളെടുത്ത പ്രതിജ്ഞക്ക് ശരിയായ രീതിയിലുള്ള അംഗീകാരമാണ്. എന്നാൽ സഹോദരങ്ങളെ, അള്ളാന്റെ മമ്പറന്തങ്ങളെ എന്ന് വിളിക്കുമ്പോഴോ അല്ല പോരാ, അള്ളാന്റെ ഒപ്പം കുറച്ച് ആൾക്കാരും കൂടി വേണം. അതിൽപ്പെട്ട ഒരാളാണ് മമ്പറം സയ്യിദ് അലവി തങ്ങൾ. മമ്പറം സയ്യിദ് അലവി തങ്ങളോട് അള്ളാന്റെ കൂടെ വിളിക്കുന്നു. ഇത് ഈ പ്രതിജ്ഞയ്ക്ക് എതിരാണ്. അതിനർത്ഥം അമ്പളം തങ്ങള് മോശപ്പെട്ട ആളാണ് എന്നല്ല. അദ്ദേഹം ഇവിടെ ഒരുപാട് മാപ്പിള കലഹമുണ്ടായപ്പോ, ലഹളയുണ്ടായപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി മുന്നേറിയ ഇസ്ലാമിക ഫത്വകൾ, ഇസ്ലാമിന് ആദർശത്തിന്റെ പേരിൽ രാഷ്ട്രത്തെ സേവിക്കുന്ന വിഷയത്തിലൊക്കെ പല ഫത്വകളും കിതാബുകളും എഴുതിയ, ഒരുപക്ഷെ തൗഹീദിന്റെ വിഷയത്തിൽ ധാരാളം ജനങ്ങളെ പഠിപ്പിച്ച, ഇപ്പോൾ ആ കിതാബുകളൊന്നും വല്ലാതെ പുറം ലോകം കാണാത്ത ആ രീതിയിലുള്ള ഒരു പണ്ഡിതനാണ്. ആ പണ്ഡിതന്റെ ഇൽമോ അദ്ദേഹത്തിൻ്റെതായ കുടുംബ മഹിമയോ ഒന്നും തകരാതെ തന്നെ ഞാൻ പറയട്ടെ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ആ പണ്ഡിതനെ കുറിച്ചോ തങ്ങളെ കുറിച്ചോ കുറ്റം പറയുന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനും പഠിപ്പിച്ചതിനും പൂർവികർ പഠിപ്പിച്ചതിനും എതിരാണ് മമ്പറം തങ്ങളോട് നമ്മൾ ദ്വാരിക്കുന്നത്. ഇത് ഖുർആനിനെതിരാണ്. ഇത് പുത്തൻവാദമാണ്. ഇത് സഹോദരങ്ങളെ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് മാത്രമേ ദുആ ചെയ്യാവൂ എന്ന് പറഞ്ഞപ്പോൾ അബൂജഹലും ഉത്ബയും ഷൈബയും വലീദും മുഗീറയും ഒക്കെ മുഹമ്മദ് നബിയോട് ചോദിച്ചല്ലോ, അല്ലാഹുവോട് മാത്രമോ? പല ഇലാഹുകളെ വിട്ടിട്ട് അല്ലാഹുവോട് മാത്രമോ?
ഇത് വല്ലാത്തൊരു പുത്തൻവാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്ത അതേപോലെ മുഹമ്മദ് നബി പുത്തൻവാദിയായി അറിയപ്പെട്ടല്ലോ സത്യം പറഞ്ഞപ്പോ എന്നതുപോലെയാണ് ലോകത്ത് ആവർത്തനങ്ങൾ വരുന്നത്. അള്ളാഹിനോട് മാത്രം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പുത്തൻവാദികളാണെന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്നു. പക്ഷേ പുത്തൻവാദം ഏതാണ് സഹോദരന്മാരെ തിരിച്ചറിയടോ. അതുകൊണ്ട് ഖുർആനിന് എതിരാണ് നമ്മുടെ ഈ ആദർശം. ഖുർആനിലേക്ക് നമ്മൾ മടങ്ങണം. ഞാനൊരു ചെറിയ ഉദാഹരണം കൂടി പറയാം. വീട്ടിൽ ഒരു ഉമ്മയും ആ വീട്ടിൽ നമ്മുടെ ചെറിയ മുട്ടുകുത്തി നടക്കുന്ന പ്രായത്തിലുള്ള ഒരു കുഞ്ഞും മാത്രമാണ് ഉള്ളത് എന്ന് സങ്കല്പിക്കാം. വാപ്പ പുറത്തു പോയതാ ജോലിക്ക്, കച്ചവടമാണ്, അല്ലെങ്കിൽ വല്ല വേറെ ഏതെങ്കിലും ജോലികളാണ്. ഇക്കാക്കയില്ല, അവരൊക്കെ പുറത്തു പോയതാ. ആ ഉമ്മ വീട്ടിലെന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ കുഞ്ഞ് തുറന്ന വാതിലൂടെ മുട്ടുകുത്തി നടന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. അങ്ങനെ നടന്ന് ഒരു കിണറിന്റെ വക്കിലെത്തി. ആൾമറയില്ല, ചുറ്റുമതിലില്ല. അടുത്ത സ്റ്റെപ്പ് കുഞ്ഞ് കിണറിലാണ്. അപകടമാണ്. ഒന്ന് സങ്കല്പിക്കൂ നിങ്ങൾ മനസ്സിൽ. ആ സന്ദർഭത്തിൽ ഏത് ഉമ്മക്കും, സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകളായ ഞങ്ങളുടെ ഉമ്മക്കും, സമസ്തക്കാരന്റെ ഉമ്മക്കും, അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ഉമ്മക്കും, ഹൈന്ദവന്റെ അമ്മക്കും, ക്രൈസ്തവന്റെ മാതാവിനും, നിരീശ്വരവാദിയുടെ അമ്മക്കും, എല്ലാ ഉമ്മമാർക്കും സ്വന്തം കുഞ്ഞ് അപകടത്തിൽപ്പെടുമ്പോ വേദനയുണ്ടാകും, വിഷമമുണ്ടാകും. ഈ ഉമ്മമാർക്ക്, സ്ത്രീകൾക്ക് 3 കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. ഒന്ന്, എന്റെ കുഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ബേജാറായി ബഹളമുണ്ടാക്കി ആ കുഞ്ഞിനെ പിടിക്കാനുള്ള ഒരു ഓട്ടം. അധിക ഉമ്മമാരും ഇത് ചെയ്യുന്നവരാണ്. പക്ഷെ ബുദ്ധിയുള്ള ഉമ്മമാർ ഇത് ചെയ്യരുത്. കാരണം അത് കേൾക്കുമ്പോ കുഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കും. കുഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ട് എന്റെ ഉമ്മ എന്നെ പിടിക്കാൻ വരിക, ഞാൻ ഉമ്മാക്ക് പിടുത്തം കൊടുക്കൂല എന്ന് വിചാരിച്ച് ഉമ്മാനോട് ചിരിച്ചിട്ട് കുഞ്ഞ് മുന്നോട്ട് നീങ്ങും. അപകടമാണ്, കുഞ്ഞിനറിയില്ല. അതുകൊണ്ട് പൊന്നു ഉമ്മമാരെ, ആ അബദ്ധം നിങ്ങൾ ചെയ്യല്ല. രണ്ടാമത്, ആ ഉമ്മക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി, ആ കുഞ്ഞറിയാതെ ബഹളം വെക്കാതെ മനസ്സിൽ ധൈര്യം സ്വരൂപിച്ചുകൊണ്ട് വിഷമങ്ങളെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് കുഞ്ഞിനെ അറിയിക്കാതെ പിന്നിലൂടെ ചെന്ന് ഉടുപ്പിന് പിടിച്ച് വലിച്ച് രക്ഷപ്പെടുത്താം. പക്ഷെ അധിക ഉമ്മമാർക്കും ആ സമയത്ത് സിർല് കാണും, ഹൃദയത്തിൽ ഉറപ്പുണ്ടാവില്ല. ഇത് രണ്ടും ചെയ്യാൻ പറ്റുകയില്ല എങ്കിൽ എല്ലാ ഉമ്മമാർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. എനിക്ക് ഈ കുഞ്ഞിനെ തന്ന, ആ കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള അവസരം തന്ന, ആ കുഞ്ഞിനെ വളർത്തി ഈ മുട്ടുകുത്തി പ്രായത്തിലേക്ക് എത്തിച്ച, എന്നെ കാണുന്ന, എന്റെ വിഷമമറിയുന്ന, എന്റെ കുഞ്ഞിന്റെ നിഷ്കളങ്കത അറിയുന്ന, എന്റെ കുഞ്ഞ് എത്തി നിൽക്കുന്ന അപകടത്തെ കുറിച്ച് അറിയുന്ന, എല്ലാം കാണുന്ന നാഥനായ അല്ലാഹ് എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ അതാണ് തൗഹീദ്. അവിടെ ബദരീങ്ങളെ കാക്കണേ, മമ്പറന്തങ്ങളെ രക്ഷിക്കണേ, ഉള്ളാൾ തങ്ങളെ രക്ഷിക്കണേ, മറ്റേ ഹോജ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് മായം ചേരാത്ത, വെള്ളം ചേർക്കാത്ത ശിർക്ക്. സഹോദരങ്ങളെ, അവിടെ നമ്മൾ അള്ളാഹിനോട് മാത്രമേ തേടാകൂ. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള തേട്ടമാണത്. ഈ രീതിയിൽ തൗഹീദും ശിർക്കും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണോ? സഹോദരന്മാരെ, ഇത് പണ്ട് മുതലേ മുജാഹിദിന്റെ സലഫി ആദർശം പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ ഒരു ഉദാഹരണമാണ്. ഞാനിത് പറഞ്ഞത് ഈ നാട്ടിലെ പാവപ്പെട്ട സത്യാന്വേഷികൾക്ക് ഒന്ന് ചിന്തിക്കട്ടെ എന്നുള്ള നിലക്ക് തന്നെയാണ്. ഈ വിഷയത്തിൽ ആരാണ് ഹക്കിന്റെ കൂടെയുള്ളത്? ഇത് പറയുമ്പോ ഇതൊക്കെ പുത്തൻവാദമാണെന്ന് പറയും. ഖുർആൻ പറയുന്നു ഇങ്ങനെയാണ് എല്ലാ കാലഘട്ടത്തിലും അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാവൂ എന്ന് പറയുമ്പോ എല്ലാ കാലഘട്ടത്തിലും ആൾക്കാർ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉപ്പാപ്പാര് നരകത്തിലാ? ഒരു ബദരീങ്ങളോട് തേടിയവരാണല്ലോ, ഒരു കുത്തുബിയത്തിലൂടെ മൊയ്തീൻ ശേഖിനോട് തേടിയവരാണല്ലോ, ഒരു മൗലൂദ് ചൊല്ലിയവരാണല്ലോ, ബദർ മൗലൂദ് ചൊല്ലിയവരാണല്ലോ, അതേപോലെ തന്നെ അവര് നബിദിനം കഴിച്ചവരാണല്ലോ. അവരൊക്കെ മുത്തു നബിയോടും അജ്മീർ ഹോജയോടും വനമ്പത്ത് ബീബിയോടും മറ്റേ തങ്ങളോടും ഈ ഷെയ്ഖിനോടും ഒക്കെ തേടിയവരാണല്ലോ. അവർ അള്ളാഹിനോടും തേടി. അങ്ങനെയാണെങ്കിൽ ഓരൊക്കെ നരകത്തേക്കാണെങ്കിൽ നമ്മളും പോയിക്കോട്ടെ നരകത്തേക്ക്. ഇതാണ് പിന്നത്തെ മറുപടി അല്ലേ? പല ഉമ്മമാരും സഹോദരന്മാരും ദഅവത്തുമായി നമ്മൾ ചൊല്ലുമ്പോ സ്വാഭാവികമായും പറയാറുള്ള ചോദ്യതാണ്. ഒരു വയല് കേട്ട് ഉസ്താദിനോട് ചോദിക്കുമ്പോ ഖുർആന്റെ ആയത്തൊന്ന് ചോദണ്ട, അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഹദീസുകളൊന്നും നീ വിശദീകരിക്കണ്ട, ആ മൗലവി പറഞ്ഞ ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മക്ക് തിരിയാത്തൊരു ഹദീസ് അവർക്ക് തിരിയോ? ഇല്ല. എന്നാ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ഉസ്താദ്മാര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അന്റെ ഉപ്പാപ്പ കുത്തുബിയത്ത് കഴിച്ചതല്ലേ? ആണ്. അന്റെ ഉപ്പ കുത്തുബിയത്ത് കഴിച്ചതല്ലേ? ആണ്. ഉമ്മ കൃത്യമായി നേരത്തെ ചോറ് തിന്ന ആളല്ലേ? ആണ്. ഓലൊക്കെ നരകത്തേക്കാണെങ്കിൽ നമുക്കും പോയിക്കൂടെ നരകത്തേക്ക്? പിന്നെ
പിന്നെ ഇവരാണോ സ്വർഗത്തേക്ക്? ആ സ്വർഗം നമുക്ക് വേണോ എന്ന് നല്ല രീതിയിൽ തലപ്പാവുള്ള നീളൻ കുപ്പായമുള്ള പണ്ഡിതവേഷമുള്ള ഇൽമുള്ള പണ്ഡിതന്മാര് പറഞ്ഞ് ബേജാറാക്കുമ്പോ പ്രമാണങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എന്റെ ഉപ്പാപ്പമാര് പോയ പാതയിൽ മതി എന്റെ അല്ലാഹ്. ദീന് ഏതാവട്ടെ എനിക്ക് പ്രശ്നമല്ല, ഞങ്ങളുടെ പൂർവികരുടെ പാതയിലാണ്. ഇവര് പറയുന്നത് പുത്തൻവാദമാണെന്ന് ആ ഒരൊറ്റ ഉസ്താദിന്റെ ഇടപെടലിലൂടെ സഹോദരന്മാരെ ദീന് വരെ മാറിപ്പോകുന്ന സാധുക്കളുണ്ട്. ഖുർആനിലെ ഒരൊറ്റ ആയത്താ എനിക്ക് പറയാനുള്ളത്. ഏതാണത്? പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുഹ്റുഫിലെ 23-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇല്ലാ ഖാല മുത്രഫൂഹാ ഇന്നാ വജദ്നാ ആബാഅനാ വ ഇന്നാ അലാ ആസാരിഹിം മുഖ്തദൂൻ. എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാര് വന്നു. ആ പ്രവാചകന്മാർ അവരോട് തൗഹീദ് പറഞ്ഞപ്പോ അള്ളാഹിനോട് മാത്രമാകണം. അല്ലാഹുമ്മ റബ്ബനാ റബ്ബി സുബ്ഹാനക്, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ എന്റെ റബ്ബേ പരിശുദ്ധനായ നാഥാ, ഇങ്ങനെ തേടാവൂ. നബിയെ ഹോജാ വലിയേ എന്ന് പറഞ്ഞുകൊണ്ട് തേടിക്കൂടാ. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രമേ ആകാവൂ എന്ന് അതേ വേദങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രമാണങ്ങൾ പറഞ്ഞുകൊണ്ട് അതേ മുർസലീങ്ങൾ അവരോട് ഇടപെട്ടപ്പോ അവരിലെ സുഗലോലുപന്മാര് പറയാതിരുന്നിട്ടില്ല. ഇല്ലാ ഖാല മുതറഫുഹാ, ഒരു സമൂഹത്തിലെയും സുഗലോലുപന്മാര് പറയാതിരുന്നിട്ടില്ല. ഇന്നാ വജദ്നാ ആബാഅനാ, ഞങ്ങളുടെ ഉപ്പാപ്പമാര് ഞങ്ങളുടെ വാപ്പമാര് പൂർവികര് ഏതൊരു പാതയിലാണോ പോയത് ശരിക്ക് ഞങ്ങൾക്കറിയാം അവരുടെ കാൽപാദങ്ങൾ. വ ഇന്നാ അലാ ആസാരിഹിം മുഖ്തദൂൻ, അവരേതൊരു പാതയിലാണോ പോയത് അവർക്ക് റാത്തീബ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണം റാത്തീബ്, അവർക്ക് കുത്തുബിയത്തുണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണം കുത്തുബിയത്ത്, അവർക്ക് ഹദ്ദാദ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണം ഹദ്ദാദ്, അവർക്ക് നിർബന്ധ നമസ്കാര ശേഷം ഉസ്താദ് തിരിഞ്ഞിരുന്ന് ആമീൻ ദുആ ചെയ്യുമ്പോ കൂട്ടമായി ആമീൻ പറച്ചിൽ അവർക്കും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണം അത്. അതുകൊണ്ട് ഓല പാതയിൽ മുത്തുനബിയോട് തേടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളും തേടും, ഞങ്ങൾ ആ പാതയിലേ പോകൂ എന്ന് പറയാതെ ഒരു ഉമ്മത്തിലും ഈ പറയുന്ന ആളുകൾ കടിഞ്ഞു പോയിട്ടില്ല. ഇതെല്ലാ ഉമ്മത്തിലുണ്ട്, ഈ ഉമ്മത്തിലുമുണ്ട്. അതാരാ? നന്നായി ഒന്ന് ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ. ഖുർആൻ പറയുന്ന കാരണങ്ങളൊക്കെ വളരെ അപകടമാണ് കേട്ടോ സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മുടെ ഉപ്പ, നമ്മുടെ ഉപ്പാന്റെ ഉപ്പ, ഉപ്പാന്റെ 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 ഉപ്പ, ഇത് നോക്കാനല്ല നമ്മളോട് പറഞ്ഞത്. ശരിയായ പാരമ്പര്യം ഏതാണ്? പൂർവികരുടെ വാദം, പഴയ വാദം, പുത്തൻ വാദമല്ലാത്തത് എന്താണ്? ആദം നബിയാണല്ലോ മനുഷ്യന്മാരുടെ തുടക്കം, ഹവ്വാ ബീവിയാണല്ലോ ബീവിമാരുടെ തുടക്കം. അവര് തേടിയതാരോടാ? അള്ളാനോടാണ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിലെ 23-ാമത്തെ വചനം. വ്യത്യസ്തമായ ആയത്തുകളിൽ ഇതേ ആശയം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് പറഞ്ഞു ദുആ ചെയ്തു. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് മൗലവിമാർക്ക് വിവരമില്ലാത്തത് കൊണ്ടാ. ആദം നബിക്ക് മുമ്പ് വേറെ ബീവിയുണ്ടോ? വേറെ നബിയുണ്ടോ? ഹവ്വാ ബീവിക്ക് മുമ്പ് വേറെ ബീവിയുണ്ടോ? പിന്നെയല്ലേ ആ ആദം നബി ഹവ്വാ ബീവി ഇടയാളന്മാരായി തങ്ങന്മാരോടും ബീവിമാരോടും നബിമാരോടും ചോദിക്കുക. ഈ മൗലവിമാർക്ക് തീരെ മൂളയില്ല. ഇത് കേൾക്കുമ്പോ സാധാരണക്കാരും വിചാരിക്കും ശരി തന്നെയുള്ളോ, സലഫിയാൾക്ക് തീരെ ബുദ്ധിയില്ല. ആദം നബിക്കുമ്പോ വേറെ നബി ഇല്ലല്ലോ, ഇല്ല. ബീവി ഇല്ലല്ലോ, ഹവ്വാ ബീവിക്കുമ്പോ ഇല്ല. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ആദം നബി അള്ളാഹു സൃഷ്ടിക്കുമ്പോ സഹോദരന്മാരെ, അതിനുശേഷം ആദം നബി ഉറങ്ങിക്കിടക്കുമ്പോ ആദം നബിയുടെ ഇടത് വാരിയല്ലിൽ നിന്ന് ഹവ്വാ ബീവിയെ സൃഷ്ടിക്കുമ്പോ ഈ ലോകത്ത് മനുഷ്യന്മാരല്ലാതെ വേറെ സൃഷ്ടികളുണ്ടല്ലോ. ആദം നബിയെ സൃഷ്ടിക്കുമ്പോ വാനലോകത്തുള്ള അല്ലാഹുവിന്റെ മലായികത്തുൽ കറാമില്ലേ, ആ മലക്കുകളെ ഇടയാളന്മാരാക്കിയിട്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുവോ? ഇല്ല. അല്ലാഹുവിനോട് നേരിട്ട്. ഇതാണ് ഞങ്ങളും പറയുന്നത്. ഇത് പഴയ വാദമാ. നമ്മുടെ പാരമ്പര്യത്തിന്റെ അങ്ങേ തലയിൽ ഈ ചങ്ങല അങ്ങ് കുലുക്കിയാൽ നേരെ ഇളകി 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 അങ്ങേ തല ഏതാണോ അത് ആദം നബിയിൽ നിന്നാണ്. ആ
മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും നമ്മുടെ ഉമ്മ ഹവ്വാ ബീബിയും തേടിയത് അള്ളാഹുവോട് മാത്രമാണെങ്കിൽ ഞങ്ങൾ പറയുന്നു ഇന്നും നമ്മൾ തേടേണ്ടത് അള്ളാഹിനോട് മാത്രമാണ്. ഇതാണ് പഴയ വാദം. പുത്തൻ വാദമോ? ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ദീനിൽ നിന്ന് സഹോദരന്മാരെ മക്കള് പെരുകി വന്നപ്പോ സഹോദരന്മാര് അള്ളാഹിനോട് മാത്രം ആരാധിക്കുന്നതിന് പകരം മരിച്ചുപോയ മഹാത്മാക്കളുടെ ചില രൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ശിർക്കുകൾ കടന്നു വന്നപ്പോ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു പറഞ്ഞയച്ചല്ലോ. അതേ ഉലുൽ അസ്മുകളിൽ പ്രധാനിയായ അവ്വലുർ റസൂലായി അറിയപ്പെടുന്ന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തിലേക്ക് വന്നിട്ട് പറഞ്ഞല്ലോ, യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. എന്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവോട് മാത്രം ദുആ ചെയ്യണേ, വേറെ ഇലാഹ് നിങ്ങൾക്കില്ല കേട്ടോ. ശേഷം വന്ന എല്ലാ മുർസലീങ്ങളും മാറ്റമില്ലാതെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതാണ് പഴയ വാദം കേട്ടോ. അത് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയിലും മക്കത്തും വന്ന് പറഞ്ഞത്. യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. ഇത് തന്നെയാണ് ഈ പാവപ്പെട്ട സലഫികളും പറയുന്നത്. ഓ ഉപ്പളയിലെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരാ, ഓ ഹൈന്ദവ സഹോദരാ, ഓ ക്രൈസ്തവ സഹോദരാ, പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആളാണെന്ന് വാദിച്ചുകൊണ്ട് അതാണ് അതിന്റെ ആള് തന്നെയാണെന്ന് ഉറപ്പിച്ചുറപ്പിച്ച് നടക്കുന്ന സഹോദരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്ക് ഉൾക്കൊള്ളണേ. കാരണം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധനക്കർഹനായി വേറെ ഒരാളുമില്ല, ഒരു ഇലാഹുമില്ല. സാക്ഷാൽ ആരാധ്യൻ അല്ലാഹ് മാത്രമാണ്. അത് അവനെ കുറിച്ച് നീ പഠിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, നമ്മളും അത് പഠിക്കണം. എന്തേ കാരണം? ഈ അടുത്ത കാലത്ത് ഒരു ഉസ്താദിന്റെ വയത് ഞാൻ കേട്ടു, നിങ്ങളും കേട്ടവരായിരിക്കും. സഹോദരന്മാരെ, ബാംഗ്ലൂരിൽ നടന്നൊരു മുഖാമുഖമാണ്. ആ മുഖാമുഖത്തിൽ ഒരു സാധാരണക്കാരനായ നിങ്ങളുടെ ഈ കാസർഗോഡും മംഗലാപുരവും ഭാഗത്തുള്ള ഈ ബോർഡർ ഭാഗത്തുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ചോദ്യം എന്താ? ഉസ്താദേ, ചെറുപ്പം മുതലേ ഉമ്മ മുതൽ ഇങ്ങനെ താപജമായി കിട്ടിപ്പോന്ന ഒരു വിളിയാണ് ഷേഖ് ജീലാനി, മൊയ്തീൻ ഷേഖേ, മൊയ്തീൻ ഷേഖേ, മൊയ്തീൻ ഷേഖേ. അങ്ങനെ ഒരാള് വിളിച്ചു പോന്ന് മരിക്കുമ്പോ ഷെയ്ഖേ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് മരിച്ചുപോയി. വേറൊരാള് പാരമ്പര്യമായി പണ്ട് മുതലേ കേട്ടു പോന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, അയാള് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ചൊല്ലി മരിച്ചു. ഇതിൽ ആരാണ് ഉസ്താദെ സ്വർഗത്തിലേക്ക് എന്ന് പാവപ്പെട്ട ഈ പ്രദേശത്തെ ഒരു മുസ്ലിം സഹോദരൻ സത്യാന്വേഷിച്ച് ചോദിച്ചപ്പോ ബാംഗ്ലൂർ മുഖാമുഖത്തിൽ നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞതെന്താ സഹോദരന്മാരെ? അദ്ദേഹം പറഞ്ഞു, രണ്ടാളും സ്വർഗത്തിലാണ്. എന്താ ഉസ്താദ് പറയേണ്ടത്? അതിൽ ഒരാളെ സ്വർഗത്തിലുള്ളൂ. കാരണം ദീന് പഠിച്ച ആളാണെങ്കിൽ അയാൾ അങ്ങനെ പറയാൻ പാടുള്ളൂ. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നാഹ്. അതേ, ഒരാൾ മരിക്കുന്നു, അയാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകുന്നു. ആരാണോ അങ്ങനെ ആയത് അവൻ സ്വർഗത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവനാണ് സ്വർഗത്തിലേക്ക് പോയവനെന്നല്ലേ ഉസ്താദുമാര് പറയേണ്ടത്. പക്ഷെ പണ്ഡിതന്മാര് പോലും പറയുന്നു, ഓ ഷെയ്ഖ് ജീലാനി, മൊയ്തീൻ ഷേഖേ, മൊയ്തീൻ ഷേഖേ എന്ന് പറഞ്ഞ് മരിച്ച ആളും സ്വർഗത്തിലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ ആളും സ്വർഗത്തിലാണ്. ഇത് രണ്ടു സ്വർഗത്തിലാണെങ്കിൽ പിന്നെന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്? എന്തിനാണ് മുർസലീങ്ങൾ വന്നത്? മഹാനായ ഇബ്രാഹിം നബിയോടും അള്ളാഹിനോടും തേടുന്ന അബൂജഹലിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനല്ലേ റസൂലുള്ളാഹ് വന്നത്? മരിക്കുമ്പോ അവസാന വാക്കോ അബൂജഹലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണം, എങ്കിലേ സ്വർഗത്തിലേക്ക് പോകൂ എന്നല്ലേ പഠിപ്പിച്ചത്?
ഇത് പറയുമ്പോ പലർക്കും ഇത് അലർജിയായി തോന്നുന്നു. ഞങ്ങൾ സഹോദരന്മാരെ, ഒരു ലാഭവും ഞങ്ങൾ ദുനിയാവിൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ആഖിറ ലോകത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള നിലക്കുള്ള ഒരു വഅദ് മാത്രമാണ് സഹോദരന്മാരെ. എന്തുകൊണ്ടാണ് അല്ലാഹുവോട് മാത്രമെന്ന് പറയുന്നതെന്നോ? വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അവനാണ് എല്ലാ സൃഷ്ടികളെ കുറിച്ചും അറിയുന്നത്. ഖബറിൽ കിടക്കുന്ന ആളെക്കുറിച്ചും ജാറത്തിൽ കിടക്കുന്ന ആളെക്കുറിച്ചും സഹോദരന്മാരെ, കടലിലും അതേപോലെ തന്നെ വെണ്ണീറുമൊക്കെ ആയി പോയിട്ടുള്ള ബർസഖ് ലോകത്ത് കിടക്കുന്ന ആരൊക്കെയുണ്ടോ എല്ലാവരെ കുറിച്ചും അല്ലാഹുവാണ് ശരിയായി അറിയുന്നവൻ. അതുകൊണ്ട് സൃഷ്ടികളെ ശരിക്കറിയുന്ന സട്ടാവിനോട് മാത്രമേ ദുആ പാടുള്ളൂന്ന് ഖുർആൻ പറയുന്നു. അവനാണ് കേട്ടുത്തരം നൽകുന്നവൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. കഅബാലയത്തിന്റെ അടിത്തറയിൽ നിന്ന് പടുത്തുയർത്താൻ വേണ്ടി ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അള്ളാന്റെ കൽപ്പനയുണ്ടായപ്പോ അവർ രണ്ടുപേരും ആ പണി പൂർത്തീകരിച്ചതിന് ശേഷം, ആ ആത്മാർത്ഥമായി ആ റബ്ബിലേക്ക് ആ കർമ്മം ചെയ്തതിന് ശേഷം അള്ളാനോട് പ്രാർത്ഥിച്ചുവല്ലോ, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. കാരണം ഇന്നക അന്തസ് സമീഉൽ അലീം, നീയാണ് ദുആ കേട്ട് ഉത്തരം നൽകുന്ന, എല്ലാം കേൾക്കുന്നവൻ അല്ലാഹ്. അതുകൊണ്ട് നീയാണല്ലോ അതിനുത്തരം നൽകുന്നവൻ, അത് കേൾക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബിക്ക് മുമ്പ് എത്ര അമ്പിയാക്കൾ കഴിഞ്ഞുപോയി, അവരാരും ദുആ കേൾക്കുന്നില്ല, കേട്ടുത്തരം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അല്ലാഹു അല്ലാതെ പാടുമില്ല. അതുകൊണ്ട് റബ്ബിനോട് മാത്രം ദുആ ചെയ്യുന്നു സഹോദരന്മാരെ. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്നവൻ അല്ലയാണ്. ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചത് എന്തൊക്കെയുണ്ടോ, രഹസ്യവും പരസ്യവും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചതുമെല്ലാം അറിയുന്നവൻ അല്ലാഹ്, നീ മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുവേ ഉത്തരം നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും റബ്ബിനോടാണ് ദുആ ചെയ്തത്. ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദആൻ. ഖുർആൻ പറഞ്ഞൊരു വല്ലാത്ത പ്രയോഗമാണിത്. മുഹമ്മദ് നബിയോട് അല്ലാഹ് പറഞ്ഞല്ലോ, ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഓ മുഹമ്മദ് നബിയെ, താങ്കളോട് എന്റെ അടിമകൾ അഥവാ അല്ലാഹുവിന്റെ പടപ്പുകളിൽപ്പെട്ട അതേ മനുഷ്യന്മാര് താങ്കളോട് ചോദിച്ചാൽ, ആരാണ് അല്ലാഹനെ കുറിച്ച് ചോദിച്ചാൽ പറയണേ, ഫഇന്നി ഖരീബ്, ഞാൻ അവർക്ക് സമീപസ്ഥനാണ്, അടുത്തുള്ളവനാണ്. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ. അതുകൊണ്ട് ചോദിക്കുന്നവൻ, ദുആ ചെയ്യുന്നവൻ എന്നോട് ദുആ ചെയ്യട്ടെ, ഞാൻ അവൻക്ക് ഉത്തരം നൽകാം. ഫല്ലസ്തജീബൂലി. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുമ്പോ മറ്റുള്ളവയോട് നിങ്ങൾ തേടല്ലേ, അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. അവർ മരിച്ചവരാണ്, ജീവിച്ചിരിക്കാത്തവരാണ്, ജീവനില്ലാത്തവരാണ്. അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. അവർ നബിയല്ല, റസൂലല്ല, തങ്ങളല്ല, ഹോജയല്ല എന്നല്ല അല്ലാഹു പറഞ്ഞു, മരിച്ചുപോയവരാണ്. അംവാത്താണ്, ഗൈറു അഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരല്ല. അതുകൊണ്ട് അല്ലാഹുവോട് മാത്രം തേടണോ. അപ്പൊ അല്ലാഹുവോട് മാത്രം എന്ന് അല്ലാഹ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് അല്ലാഹുവോട് മാത്രം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിനർത്ഥം തങ്ങളെ സ്നേഹിക്കണ്ട എന്നല്ല. അലി റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ, സർവ്വ സ്വഹാബികളെയും, അതേ എല്ലാ നബിമാരെയും, എല്ലാ മുർസലീങ്ങളെയും, എല്ലാ മഹാത്മാക്കളെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. അത് ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷെ അല്ലാഹുവോട് മാത്രമെന്ന് അല്ലാഹ് പറഞ്ഞത് അല്ലാഹ്ക്ക് മാത്രം. സഹോദരങ്ങളെ, റബ്ബായി അല്ലാഹനെ മാത്രം അംഗീകരിക്കണം, ഇലാഹായി അല്ലാഹനെ മാത്രം അംഗീകരിക്കണം. നല്ല നാമങ്ങളും വിശേഷണങ്ങളും ഉള്ളത് അല്ലാഹ്ക്ക് മാത്രമാണെന്ന് അംഗീകരിക്കണം. റബ്ബുസ്സമാവാതി വൽഅർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയാ. സൂറത്ത് മറിയമിലൂടെ അല്ലാഹ് ചോദിക്കുന്നു, ഈ ആകാശവും ഭൂമിയും അതിനിടക്കുള്ള സർവ്വതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ റബ്ബ്,
അവൻ അല്ലാഹു മാത്രമല്ലാതെ വേറെയില്ല. അത് നീ അംഗീകരിക്കണം. ഫഅബ്ദുഹു വസ്തബിൽ ലിഇബാദതിഹി. അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം ദുആ ചെയ്യണം. ആ ആരാധനയുടെ വിഷയത്തിൽ പ്രത്യേകം ക്ഷമ അവലംബിക്കണം. വിശദീകരിക്കാൻ സമയമില്ല. ഹൽ തഅലമു ലഹു സമീയാ. അവന് പേരൊത്ത വേറെ വല്ലവനെയും നിനക്കറിയുമോ? വേറെ ഒരാളും അവനെ പോലെ നല്ല നാമങ്ങളുള്ളവൻ ഇല്ല. ഉസ്താദ് പറഞ്ഞതോ ഉണ്ട്, അല്ലാഹ് പറഞ്ഞത് ഇല്ല. ഉസ്താദ് പറഞ്ഞത് ഉണ്ട്. എന്താ അല്ലാഹ് പറഞ്ഞത്? ഹൽ തഅലമു ലഹു സമീയാ. അവന് പേരൊത്തവനെ സമന്മാരെ നിനക്കറിയുമോ? വല്ല പരിചയമുണ്ടോ? ഇല്ല. ഖുർആൻ പറയാ. എന്നാൽ ഉസ്താദ്മാര് പറയുന്നു, ഖുതുബിയത്തിന്റെ ആശയത്തിലൂടെ പറയുന്നു. എന്താ പറയുന്നത്? അല്ലാഹ്ക്ക് 99 നാമങ്ങളുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. ആ അല്ലാഹ്ക്ക് 99 നാമങ്ങളുണ്ട് എന്നത് അംഗീകരിക്കുന്നതോടൊപ്പം അവര് പറയുന്നു, അല്ലാഹുവിനെ മാത്രമല്ല ശൈഖ് ജീലാനിക്കും 99 നാമങ്ങളുണ്ട്. ആ ശൈഖ് ജീലാനിയുടെ 99 നാമങ്ങൾ ചൊല്ലി ഇരുന്നാൽ, അത് മനപ്പാടമാക്കിയാൽ, അത് ഹൃദയസ്ഥമാക്കിയാൽ, അവ ചൊല്ലിയിട്ട് ശൈഖിനോട് തേടിയാൽ അല്ലാഹുവിന്റെ നാമങ്ങൾ മനപ്പാടമാക്കി തേടുന്നതിന് സവാബിനെ കിട്ടുമെന്ന് ഉസ്താദുമാര് പറയുമ്പോ ആ ഉസ്താദ് നമുക്ക് വേണോ? കാരണം ഖബറിൽ ഈ ഉസ്താദ് ഇല്ല കേട്ടോ, നമ്മൾ ഒറ്റക്കാണ്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഖിയാമത്ത് നാളിൽ നിങ്ങളെ എല്ലാവരെയും ഒറ്റക്കൊറ്റക്കാണ് കൊണ്ടുവരുന്നതെന്ന് ഖുർആൻ പറയുമ്പോ ഒരു ഫൈദിയും നമ്മുടെ കൂടെയില്ല, ഒരു സഖാഫിയും നമ്മുടെ കൂടെയില്ല, ഒരു മദരിയും നമ്മുടെ കൂടെയില്ല, ഒരു സ്വലാഹിയും നമ്മുടെ കൂടെയില്ല, ഒരു സഅദിയും നമ്മുടെ കൂടെയില്ല, ആരും നമ്മുടെ കൂടെയില്ല. ഓരോരുത്തരും അവരുടെ അമലുമായി, ഓരോരുത്തരും അവരുടെ അഖീദയുമായി റബ്ബിലേക്ക് പോവേണ്ടവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പറയുന്ന സംഗതികളൊക്കെ ദുന്യവിയാണ്, ചൂഷണങ്ങളാണ്. പണ്ഡിതന്മാര് ആളുകളെ പറ്റിക്കുകയാണ്. ഏതുപോലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരിലെ പണ്ഡിതന്മാര് പാതിരിമാർ ഈ സമൂഹത്തിൽ മുൻപ് സമൂഹങ്ങളിൽ കഴിഞ്ഞുപോയ പാവപ്പെട്ട, തൗറാത്ത് എന്താണെന്നറിയാത്ത, ഇഞ്ചീൽ എന്താണെന്ന് പഠിക്കാത്ത, അതൊക്കെയായിരിക്കും ഇതൊക്കെയായിരിക്കും എന്ന ഊഹങ്ങളും അതേ തെറ്റിദ്ധാരണകളും ചില ധാരണകളും ഒക്കെയായി നടക്കുന്ന മനുഷ്യന്മാർ, അവരുടെ വിവരക്കേടിലാണല്ലോ പാതിരിമാരിടപെട്ടത്, പ്ലാസ്റ്റർമാരിടപെട്ടത്. സഹോദരന്മാരെ, അവരോട് പറഞ്ഞു ഇതൊക്കെയാണ് ദീനെന്ന് അവരോട് പഠിപ്പിച്ചു. തൗറാത്തിലും ഇഞ്ചീലിലുമുള്ള പലതും എടുത്തു മാറ്റി. എന്നിട്ട് കുറെ പാതിരിമാര് പലതും എഴുതി ചേർത്തു. സഹോദരന്മാരെ, എന്നിട്ട് അവര് പറഞ്ഞു ഇത് അല്ലാഹുവിന്റെ ദീനാണെന്ന് പറഞ്ഞു. സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ. എന്നിട്ട് ആ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ വിറ്റ് ശേഖരിച്ചിട്ട് ആൾക്കാരിൽ നിന്ന് പണം സമ്പാദിച്ചിട്ട് അവരുടെ കീശ വീർപ്പിച്ചു. ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം ഫവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അതുകൊണ്ട് അല്ലാഹ് പറയുന്നു, അവർക്ക് നാശമുണ്ട്, ശാപമുണ്ട്. സ്വന്തം കരങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കി എന്ന കാരണത്താലും അത് വിറ്റുകൊണ്ട് അല്ലാഹുവിന്റെ ദീനാണെന്നും പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ച് വിറ്റ് സമ്പാദിച്ചു കൂർപ്പിച്ചു എന്നതിനാലും അവർക്ക് ശാപമുണ്ടെന്ന് പറയുമ്പോ അവര് പറഞ്ഞു പറ്റിച്ചപ്പോൾ അതിൽ പെട്ടുപോയ പാപങ്ങളെ കുറിച്ചും ആ പറ്റിച്ച ആളുകളെ കുറിച്ചും അല്ലാഹ് പറയുന്നു, അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യദുന്നൂൻ ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم فويل لهم مما يكسبون. സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞത് എന്തിനാ അത് പറഞ്ഞത്? അവർക്ക് വിവരമുണ്ടായിരുന്നില്ല തൗറാത്തിനെ കുറിച്ചും ഇഞ്ചീലിനെ കുറിച്ചും. ചില ഊഹങ്ങൾ മാത്രമാണ്, തെറ്റിദ്ധാരണകൾ മാത്രമാണ്. അവർ ഉമ്മിയകളായിരുന്നു, അക്ഷരജ്ഞാനം അറിയാത്തവരായിരുന്നു. അതുകൊണ്ട് തൗറ പഠിച്ചവർ, ഇഞ്ചീല് പഠിച്ചവർ, പാതിരിമാർ, അച്ഛന്മാർ ഇടപെട്ടു.
ഈ പാവപ്പെട്ട വിശ്വാസികളിൽ ഇടപെട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതൊക്കെയാണ് ദീനെന്ന്. അവരതുപോലെ സ്വീകരിച്ചു. ഈസാ നബിയെ അതേ ദൈവപുത്രനായി അവരങ്ങ് സ്വീകരിച്ചു. യേശോയെ കാക്കണേ എന്ന് പറഞ്ഞു. മറിയം ബീബിയോട് പ്രാർത്ഥിച്ചു, അള്ളാനോടും പ്രാർത്ഥിച്ചു. അങ്ങനെ മുക്കൂട്ട് മുന്നണിയാണ്. യഥാർത്ഥത്തിൽ ഇലാഹ് ദൈവമെന്നവർ വിശ്വസിച്ചു. അതേ സഹോദരന്മാരെ, അതുകൊണ്ട് ദൈവപുത്രനുണ്ടെന്ന് വാദിച്ചു. വലിയ വലിയ അബദ്ധങ്ങളിലേക്ക് പോയി. ശാപമാണ്, നാശമാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലും ചില ഉസ്താദുമാർ, ചില ഉമ്മമാരതാ അവരുടെ നമസ്കാര കുപ്പായത്തിൽ വളരെ ഭവ്യതയോടെ ചൊല്ലിയിരിക്കുന്ന ഖുർആനല്ല, ഹദീസുകളല്ല, നമുക്കറിയാം അദ്കാറു സബാഹും അദ്കാറുൽ മസാഉമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിറുദുകളോ ദിക്റുകളോ അല്ല. പിന്നെയോ ആര്യ സ്വലാത്ത്, കമാലിയ സ്വലാത്ത്, കഞ്ചുൽ അർശ്, സലാമത്തുൽ ഈമാൻ, 313 മറ്റുവക, അങ്ങനെ ഒരുപാട് ഏടുകൾ. ഈ ഏടുകളൊക്കെ ഇരുന്നു കൊണ്ട് പാവപ്പെട്ട ഉമ്മ ഇങ്ങനെ വായിച്ചിരിക്കുമ്പോ സലഫി വയത് കേട്ട പാവപ്പെട്ട സഹോദരിയായ ഒരു ഉമ്മ പോയി ചോദിക്കുന്നു, അല്ല ഉമ്മ, നിങ്ങൾക്ക് എവിടെന്നാ ഇത് കിട്ടിയത്? ഉമ്മ പറയണത്, അതൊന്നും എനിക്കറിയില്ല. ഇതിലെന്താ ഉള്ളത്? ഇതിലെ ദുആകൾ ആരോടാ? അന്ന് എന്നോട് ചോദിക്കണ്ട മോളെ. ഞാൻ ഇന്നാലിന്ന ഷെയ്ഖിന്റെ ജാറത്തിങ്കൽ ഉറൂസിന് പോയപ്പോ അവിടെ ഇന്ന പെട്ടിക്കടയിൽ ഇങ്ങനെ തൂങ്ങുന്നത് കണ്ടപ്പോ ഞാനത് മറിച്ചു നോക്കിയപ്പോ അറബിയാണ്, ഹദ്ദാദാണ്, വിറുദുകളാണ്, സ്വലാത്തുകളാണ്, നല്ല നല്ല കാര്യങ്ങളാണ്. ഇത് അറബിയിലല്ലേ? ആലിമീങ്ങൾ എഴുതിയതല്ലേ? ആലിമീങ്ങൾ മൗലവിമാരല്ലേ? ഒരിക്കൽ സയ്യിദികളായിരിക്കില്ലേ? അല്ലെങ്കിൽ സഖാഫികളായിരിക്കില്ലേ? അല്ലെങ്കിൽ വെല്ലൂര് ബാക്കിയാത്ത് പോയിട്ട് ബാക്കവി ബിരുദമെടുത്തവരാവൂലേ? അവരൊക്കെ വലിയ പണ്ഡിതന്മാരല്ലേ? ഓൽക്കൊന്നും പേക്കൂലല്ലോ. അവരെഴുതി ഉണ്ടാക്കിയ സംഗതിയാണ്. ആയിക്കോട്ടെ, എന്താ അതിലുള്ളത്? ഉദാഹരണം നാരിയ സ്വലാത്ത് എടുക്കാം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തുൻ കാമില വസല്ലിൻ സലാമൻ താമുൻ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ദാ ബിഹിൽ ഹവായിജ് വയസ്തസ്ഖൽ ഗമാമ ബിവജ്ഹിൽ കരീം എന്ന് തുടങ്ങുന്ന നാരിയ സ്വലാത്ത് ഉമ്മങ്ങനെ ഇരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി, ആ മുത്തു നബിയെ സ്വപ്നം കാണാൻ വേണ്ടി, അതേ സ്വർഗ്ഗത്തിലേക്ക് എത്താൻ വേണ്ടി അതിങ്ങനെ ചൊല്ലിയിരിക്കുമ്പോ മദ്ഹ എന്നാ വിചാരിച്ചത്. ഇസ്ലാമിൽ ഒരു സ്വലാത്ത് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇസ്ലാമിൽ സ്വലാത്തുണ്ട്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 10 നന്മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ 10 നന്മകളാണ്. പള്ളിയിലേക്ക് കയറുമ്പോ ഈ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ബാങ്ക് കേട്ട ഉടനെ ഈ സ്വലാത്ത് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരന്മാരെ, ദുആഇന്റെ ആരംഭത്തിലും ദുആ അവസാനിപ്പിക്കുമ്പോഴും ഈ സ്വലാത്ത് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് വ്യാഴാഴ്ചകളിൽ അഥവാ വെള്ളിയാഴ്ചന്റെ രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും പ്രത്യേകം അധികരിപ്പിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സലാത്തും സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിക്കാൻ പ്രത്യേകമായ മലായികത്തുകൾ, ഈ ഭൂമിയിൽ സഞ്ചാരികളായ മലക്കുകൾ തന്നെ ഉണ്ട് എന്ന് സ്വഹീഹായ ഹദീസുകളുണ്ട്. ഇത് പഠിച്ച ഞങ്ങളുണ്ടോ സ്വലാത്ത് ചൊല്ലാതിരിക്കുന്നു? പക്ഷെ ആ സ്വലാത്തിന്റെ പേരിൽ ഒരു പെട്ടി ഞങ്ങൾ വെക്കുന്നില്ല. ആ സ്വലാത്തിന്റെ പേരിൽ സഹോദരന്മാരെ ചൂഷണം ഞങ്ങൾ നടത്തുന്നില്ല. ആ സ്വലാത്തിന്റെ പേരിൽ ഒരു വാർഷികം മുൻഗാമികൾക്ക് പരിചയമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കും വാർഷികമില്ല. എന്തൊക്കെയാണ് ഇബാദത്തുകളൊക്കെ വാർഷികം? ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിൽ കാണാം ഉസ്താദുമാര് മദ്രസ വിടുമ്പോ ഒരു നീണ്ട വെല്ലിട്ടർ, എന്താണത്? ഒരു പ്രത്യേക നീണ്ട, ഞാൻ പരിഹസിക്കല്ല, പല നാട്ടിലുണ്ട്. കുട്ടികളൊക്കെ ബെല്ല് കേട്ട് എഴുന്നേറ്റ് നിന്നു, മദ്രസ വിടുകയാണ്. അങ്ങനെ സദർ മുദരിസിന്റെ വക ഒരു അനൗൺസ്മെന്റും, നിങ്ങളൊക്കെ ക്ലാസ്സിൽ നിൽക്കുകയാണ്, ഉസ്താദുമാര് മുമ്പിലുണ്ട്, നിങ്ങളെല്ലാവരും മദ്രസയിൽ നിന്ന് വിട്ടു പോവാണ്. ശരി, ഈ നീണ്ട വെല്ലടിക്കുന്നത് ഒരു പ്രത്യേക കാര്യം അറിയിക്കാനാണ്. ആയിക്കോട്ടെ, എന്താ ഉസ്താദേ? നിങ്ങളുടെ മുമ്പിലുള്ള ഉസ്താദുമാരുടെ കയ്യിൽ ഒരുപാട് ലക്കോട്ടുകളുണ്ട്, കവറുകളുണ്ട്. ആയിക്കോട്ടെ, അത് നിങ്ങൾ ഓരോരുത്തരും വാങ്ങണം. ആയിക്കോട്ടെ, അവരൊക്കെ അത് വാങ്ങി. എന്നിട്ട് സദർ മുദരിസ് പറയുന്നു,
അടുത്ത ആഴ്ചയിൽ ഈ ദിവസം അഥവാ ആ നാട്ടിലെ ആ മൂല്യർക്ക് എന്നാണോ ഒഴിവ്, ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കും, ചിലപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും, ചിലപ്പോൾ വ്യാഴാഴ്ച ആയിരിക്കും, ഇവിടെ എങ്ങനെയാ നിങ്ങൾക്കറിയില്ല. എന്നാണോ ഒഴിവ് അന്ന് മാസാന്ത സ്വലാത്തുണ്ട്. ശരി, ആയിക്കോട്ടെ ഉസ്താദെ, അതിനെന്തിനാ ഈ കവറ്? ഈ കവറുമായി നിങ്ങൾ വീട്ടിലേക്ക് പോകണം. ആയിക്കോട്ടെ പോയിക്കോട്ടെ, സ്വലാത്തിനും വന്നോളാം, ആയിക്കോട്ടെ. എന്തിനാ ഈ കവറ്? നിങ്ങളുടെ ഉമ്മമാരോടും ഉപ്പമാരോടും വല്യപ്പമാരോടും അമ്മായിമാരോടും ഒക്കെ ഇതുപോലെ കവറുകൾ കൊടുത്തിട്ട് സ്വലാത്തിന് വരാൻ പറയണം കേട്ടോ. ആയിക്കോട്ടെ, അവരൊക്കെ വന്നോളൂ. എന്തിനാ ഈ കവറ്? അതിൽ എന്തെങ്കിലും ചിക്കിളി ഇടണം കേട്ടോ. ഈ ചിക്കിളി സ്വലാത്ത് ഇത് ചൂഷണം, ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ സ്വലാത്ത് ചൊല്ലി, സ്വഹാബത്ത് കുറേ സ്വലാത്ത് ചൊല്ലി, ദർസുകൾ പല പ്രാവശ്യം വിട്ടുപിരിഞ്ഞു പോയി. ഇങ്ങനെ ഒരു ചിക്കിളി ഇട്ട് വരാൻ പറഞ്ഞ സ്വലാത്ത് നമ്മൾ കാണുന്നില്ല. ഇത് ചൂഷണമാണ് സഹോദരങ്ങളെ. സ്വലാത്തിന് എന്തിനാ ചിക്കിളി? സ്വലാത്തിന് എന്തിനാ കവറ്? ഇത് തന്നെയാണ് മരിച്ചടത്ത് അൽഫാത്തിയുടെ പിന്നിലെ രഹസ്യവും, ഇത് തന്നെയാണ് തൽഖീനിന്റെ പിന്നിലെ രഹസ്യവും. സഹോദരന്മാരെ, ഇത് തന്നെയാണ് വീട്ടിലേക്ക് നമ്മൾ കുറ്റൂശക്ക് കയറിയിരിക്കുമ്പോ പരയെടുക്കുന്ന വിഷയത്തിൽ ഉസ്താദ് വന്നുകൊണ്ട് അൽഫാത്തിഹ ചൊല്ലുന്നതിന്റെ പിന്നിലെ രഹസ്യവും ഇത് തന്നെയാണ്. കുത്തുബിയത്തുകാരൻ കുത്തുബിയത്തിന്റെ പിന്നിലെ രഹസ്യം ഇതാണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് ഫ്രീ ആയി ചെയ്യിപ്പിച്ചു നോക്കൂ. ആ ഉസ്താദ് തന്നെ വല്ലാതെ അവിടെ ഉണ്ടാവില്ല. കാരണം മാന്യമായ ശമ്പളമൊന്നും നമ്മുടെ മഹല്ലുകളിൽ നിന്ന് കിട്ടില്ല. ഞാൻ കമ്മിറ്റിനെ കുറ്റപ്പെടുത്തില്ല. പല ഉസ്താദുമാരും ഞെരുങ്ങുകയാണ്. തൽക്കാലം തട്ടിമുട്ടിങ്ങനെ പോകുമ്പോ ഭാര്യയ്ക്ക് ഒരു സിസേറിയൻ വന്നാല് ആകെ ഇടങ്ങറാവ. പിന്നെ അവിടെ നിന്ന് തിരിച്ചു, ഇവിടെ നിന്ന് കുറിച്ചു, അങ്ങനെ അവസാനം എല്ലാവരോടും പറഞ്ഞു റബീഉൽ അവ്വൽ വേണ്ടി ശരിയാക്കാം. ആകെ കിട്ടുന്ന മാസം അതാണ്. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല. ആ സാധുക്കൾക്ക് മാന്യമായ ശമ്പളം നിങ്ങൾ കൊടുത്താൽ ഈ ബിദ്അത്തുകളിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് കയറാം. പുത്തൻവാദികൾ ആരാണ് എന്ന് ഞങ്ങളെ കുറിച്ച് വെറുതെ പറയുന്ന സംഗതികളൊക്കെ കുറെ ഇല്ലാതെയാകും സഹോദരന്മാരെ. അതുകൊണ്ട് ഇവിടത്തെ നല്ലവരായ പള്ളി കമ്മിറ്റിക്കാരോട് ഞങ്ങൾ പറയുന്നു, മാന്യമായ ശമ്പളം നമ്മുടെ ഉസ്താദുമാർക്ക് കൊടുത്താൽ ഈ ചിക്ലി സ്വലാത്ത് നിന്ന് പോയിക്കൊള്ളൂ. അതേ പൈസക്ക് വേണ്ടിയുള്ള അൽഫാത്തിഹ നിന്ന് പോയിക്കൊള്ളൂ. ഞാൻ അത് വെറുതെ പറയല്ല. ഉസ്താദുമാര് തമ്മിലുള്ള തർക്കങ്ങൾ വരെ, സംസാരങ്ങൾ വരെ ആ രീതിയിലാ. ഒരു ചെറിയ അനുഭവം ഞാൻ പറയട്ടെ സഹോദരന്മാരെ. നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ, അതേ തൃശ്ശൂർ ജില്ലക്കും മലപ്പുറം ജില്ലക്കും ഇടയിൽ ബോർഡറിൽ ഒരു പ്രത്യേകമായ ജാറമുണ്ട്. പെരുമ്പടപ്പ് പുത്തമ്പള്ളി ജാറത്തിലെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ വലിയ, അയാളുടെ ആണ്ട് നേർച്ചയിലും അവിടുത്തെ ജാറത്തിന്റെ പരിപാലന കാര്യത്തിലും പ്രധാനപ്പെട്ട ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, നൂണക്കടവ് മുസ്ലിയാർ. അവിടെ അറിയപ്പെടുന്ന അങ്ങനെയാണ്. അയാളാണ് അവിടെ വരുന്നവർക്ക് മന്ത്രിച്ച നൂലും അൽഫാത്തിയ ഓൾഡ് സ്റ്റോക്കും ഫ്രഷും ഒക്കെ കൊടുക്കുന്നത്. ആ സഹോദരനാണ് അവിടെ പുതപ്പിടിയിക്കുന്നത്, ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറുണ്ട്. കാരണം അവസാനം അദ്ദേഹത്തിന് ഹിദായത്തിന്റെ മാർഗ്ഗമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാനിത് പറയുന്നത് എന്റെ അനുഭവമാണ്. അദ്ദേഹം കോട്ടക്കലിൽ ആയുർവേദ കോളേജിൽ ഉഴിച്ചിലിന് വന്നു. പ്രായമുള്ള വയോവൃദ്ധനായ ഒരു പണ്ഡിതൻ. അദ്ദേഹം അവിടെ വരുമ്പോ എന്റെ പിതാവ്, വന്യനായ എന്റെ പിതാവും അവിടെ ഉഴിച്ചിലിനുണ്ട്, അഡ്മിറ്റാണ്. അങ്ങനെ ഞാൻ ഈ ഉള്ളവൻ സ്കൂൾ കഴിഞ്ഞു വൈകുന്നേരം അവിടെ എത്തുമ്പോ, വാപ്പയുടെ അടുക്കലേക്ക് എത്തുമ്പോ ഇയാള് അഡ്മിറ്റായി ഇങ്ങനെ വന്നിട്ടുള്ളൂ. അയാള് വന്നിങ്ങനെ ആ വാർഡിൽ എല്ലാ ബെഡിന്റെ അവിടെ ഇങ്ങനെ വന്നിട്ട് രണ്ട് താടിക്കാരായ ഞങ്ങളെ കണ്ടപ്പോ അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നിട്ട് പറഞ്ഞു, ഇവിടെ ബെഡ് കാലിയുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് കുറച്ചൊക്കെ ഇടപെടാൻ പറ്റിയത് നിങ്ങളാണ് എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തത് എന്ന് പറഞ്ഞു. ആദ്യം തന്നെ സലാക്ക പറഞ്ഞു, ഒരു തമാശക്കെ പറഞ്ഞു, അവിടെ സ്ഥലം പിടിച്ചു. ഞാൻ വാർഡിലെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവിടെ തന്നെ ബെഡ് കിട്ടി. അങ്ങനെ ഉപ്പയെ പരിചയപ്പെട്ടു, എന്നെ പരിചയപ്പെട്ടു. ഉപ്പക്ക് കുറച്ച് താടി കുറവാ, താടിയുണ്ട്, കുറച്ച് കുറവ്, അത്ര ഇല്ല. അപ്പൊ വാപ്പനെ പരിചയപ്പെട്ട ഉടനെ എന്നെ പരിചയപ്പെട്ടു. വാപ്പനേക്കാൾ വലിയ വഹാബിയാണല്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെയും പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ തൗഹീദ് ഇങ്ങനെ, അയാൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ, നമ്മളെ ഇളക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തോട് ഇവിടെ പറയലും ഇടപെടലും ആവശ്യമാണെന്ന് കണ്ടപ്പോ ഇരുന്ന് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വെട്ടം അബ്ദുള്ള ഹാജിയുടെ വയല്, എടവണ്ണ അലവി മൗലയുടെ വയല്, പെരുമ്പടപ്പ് പുത്തമ്പള്ളി ജാറത്തിന് മുമ്പിൽ വന്ന് പ്രസംഗിച്ച പ്രസംഗമൊക്കെ കുഞ്ഞാമത് കേട്ടിട്ടുണ്ട്. തൗഹീദ് എന്താന്ന് ശരിക്കറിയാം, ഞങ്ങൾ പറഞ്ഞു തരണ്ട കുട്ടി, എനിക്കറിയാം.
അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളും പറയുമ്പോ കിതാബിലെ ഇബാറത്തും ഖുർആനിലെ ആയത്തും ഹദീസുകളും വെച്ചുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നു. പ്രമാണങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഞാൻ സന്തോഷിച്ചു. ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജോലി എന്തായിരുന്നു? അയാൾ പറഞ്ഞു, ആ പുത്തമ്പള്ളിയിലെ മേൽശാന്തിയായിരുന്നു ഞാൻ. അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇതിങ്ങനെ എടുത്തു കൊടുക്കും, ഞാനാണ് അവിടുത്തെ ആള്. പക്ഷെ കുട്ടിയെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇരട്ടി ശിക്ഷകളുണ്ട്. അത് അറിഞ്ഞിട്ടും ജനങ്ങൾ നിങ്ങൾ വഞ്ചിച്ചില്ലേ? ഇരട്ടി ശിക്ഷകൾ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അല്ല പുറത്തേറ്റ് ഞാൻ എന്റെ റബ്ബിനോട് തൗബ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞു പോയി, ഞാൻ ആ ജോലിയൊക്കെ രാജിവെച്ച് ഇങ്ങനെ വിശ്രമത്തിലാണ്. അപ്പൊ ഇങ്ങനെ തൗബാ മനസ്സോടെ ഇങ്ങനെ റബ്ബിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞ അല്ല സ്വീകരിക്കട്ടെ. അങ്ങനെ അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കറാമത്ത്, അവിടുത്തെ ഏറ്റവും വലിയ കറാമത്തിൽ അദ്ദേഹത്തിന് തന്നെ ചിരി വരിക. എന്താ പറഞ്ഞത്? കുഞ്ഞഹമ്മദ് മുസ്ലിയാർ മരിക്കുന്നത് വരെ കാലിന് വളവാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കറാമത്ത് പറയുന്നത്, മരിക്കുമ്പോൾ ആ വളവിന്റെ കാല് നീട്ടി. മലക്കുൽ മൗത്ത് വരുമ്പോ ആരാ കാല് നീട്ടാത്തത്? അല്ലേ? പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞതല്ലേ, കണങ്കാലുകൾ തമ്മിൽ പിടയുന്ന സമയമാണെന്ന്. സഹോദരന്മാരെ, ആ സംഭവം ഉണ്ടായപ്പോ അതും കറാമത്തായിട്ട് അവിടെയുള്ള ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. ഖുർആനിൽ പറഞ്ഞത് കണങ്കാലുകൾ തമ്മിൽ ഇങ്ങനെ പിരടി അതേ നീട്ടുമെന്നും അടിക്കുമെന്നും പിണയുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാമദിന് അതറിയാം, വേറൊരുക്ക് അതറിയില്ലല്ലോ. അവരത് കറാമത്തായിട്ടാണ് കാണുന്നത്. ഏതായാലും മരിക്കുമ്പോഴാണ് കാല് നീട്ടിയത്, ഹയാത്ത് കാലത്തും കാല് നീട്ടാൻ കഴിഞ്ഞില്ല എന്ന് അവര് സമ്മതിക്കുന്നുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇങ്ങനെ കുറെ എത്ര ജാറങ്ങൾ അവിടെ മഹാന്മാരാണെന്ന് വിചാരിക്കുന്നു. അല്ലാത്തവരാണ്, അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്, പലതുമുണ്ട്. ഈ അടുത്ത് കോഴിക്കോട് ഭാഗത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, വലിയുല്ലാഹി പൂവൻ കോഴി. അതാരാ? പത്രത്തിൽ, മാതൃഭൂമി പത്രത്തിൽ വളരെ കൃത്യമായി റിപ്പോർട്ട് വന്നതാണ്. വർഷങ്ങൾ കഴിഞ്ഞുപോയി സഹോദരന്മാരെ. മുസ്ലിം ഖബർസ്ഥാനിൽ പൂവന് അന്ത്യവിശ്രമം. വലിയ വാർത്തയായിരുന്നു. എന്താ സംഭവം? ആ നാട്ടിലെ കാര്യപ്പെട്ട ഒരാളെടുക്കൽ വന്നിട്ടാണ് എല്ലാവരും അർപ്പിക്കല്. ഇയാൾക്ക് ശരിക്കും അറിവില്ല. അങ്ങനെ ഒരിക്കൽ കോഴിനെ അറുത്തപ്പോ മുറിയേണ്ടുന്ന നേരമ്പൊന്നും മുറിഞ്ഞിട്ടില്ല. കോഴി ഇങ്ങനെ എഴുന്നേൽക്കന്നെ. ഞാൻ തമാശ പറയല്ല, നമ്മുടെ ഖൗമിന്റെ ഒരു അവസ്ഥയാ. ഒന്നാമതിന് എഴുന്നേറ്റ് നിന്ന് കോഴി ഇങ്ങനെ ബ്രേക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങി. രണ്ടാമതും പിടിച്ചറുത്തു, കോഴി അതുപോലെ എഴുന്നേറ്റു. മൂന്നാമതും അറുത്തു, കോഴി അതുപോലെ എഴുന്നേറ്റു. നാലാമത് ഉസ്താദിനോടൊന്ന് മാറിക്കാൻ പറഞ്ഞ് അർക്കാറിന ആൾ ശരിക്കാൻ നടന്നപ്പോ കോഴി കിടക്കേണ്ടി കൊടുത്ത് കിടന്നു. പക്ഷേ 3 പ്രാവശ്യവും എഴുന്നേറ്റ് നിന്നോവറാണ് മാല, അല്ലേ? അങ്ങനെ ആ കോഴിനെ അവര് ഭക്ഷിച്ചില്ല. ഇത് ചില്ലറ കോഴിയല്ല എന്ന് പറഞ്ഞ് താലീമൊക്കെ കൊടുത്ത് മുസ്ലിം ഖബർസ്ഥാനിൽ വലിയുല്ലാഹി കോഴി. നോക്കി നിങ്ങൾ, ഇങ്ങനെ കോഴിനെ വരെ ആ രീതിയിൽ വിചാരിക്കുന്ന ആളുകൾ. ഇനി അള്ളാഹ് ഏതെങ്കിലും ഔലിയാക്കൾക്ക് കറാമത്ത് കൊടുത്താലോ? സഹോദരന്മാരെ, ഒരാൾ വലിയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഷർത്ത് മഹാനായ ഷെയ്ഖ് ജീലാനി അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ല വിശദീകരിക്കുന്നു. കത്മാനുൽ കറാമ, ആ വലിയന്റെ കറാമത്ത് മറച്ചു വെക്കും. അതിങ്ങനെ ഓപ്പണായി പറയില്ല. നമ്മുടെ നാട്ടിൽ കറാമത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കലാണ് പണി. എന്നാൽ യഥാർത്ഥ ഔലിയാക്കൾ ആ കറാമത്ത് മറച്ചു വെക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഔലിയാക്കൾക്ക് കറാമത്തുണ്ടാകും, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ടാകും. ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ബീവിമാർക്ക് കറാമത്തുണ്ടാകും. ബീവിമാരുടെ നേതാവായ മറിയം ബീവിക്ക് കറാമത്തുണ്ടായിട്ടുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മറിയം ബീവിയും ആ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ജീവിക്കുമ്പോ കുടുംബക്കാരനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തു പോയി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ അതേ സഹോദരന്മാരെ, കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വവജദ ഇൻദഹാ റിസ്ഖാ. പ്രാർത്ഥനാ പീഠത്തിൽ മിഹ്റാബിൽ അതാ മറിയം ബീവിക്ക് കൃത്യമായ ഭക്ഷണ തളികയിൽ ഇങ്ങനെ പലഹാരം ഭക്ഷണം വന്നിരിക്കുന്നു. വരുമ്പോഴൊക്കെ ഇത് കാണുന്നുണ്ട്. കഴിക്കാൻ വല്ലതും ഇങ്ങനെ കൊണ്ടുവരുമ്പോ മറിയം ബീവിക്ക് അവിടെ തളികയിൽ കിട്ടിയിട്ടുണ്ട്. വല്ലാത്ത അത്ഭുതമാണ്. ചോദിക്കുന്നു, അല്ലയോ മറിയം ബീവി, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതെന്ന് ചോദിക്കുമ്പോ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഇത് അല്ലാഹു ഇറക്കി തരുന്നതാണ്. ഖുർആൻ പറഞ്ഞ കറാമത്ത് അംഗീകരിക്കുന്നു ഞങ്ങൾ. പക്ഷേ മറിയം ബീവിയുടെ വഫാത്തിന് ശേഷം ഏതെങ്കിലും ആളുകൾ വിശന്നുകൊണ്ട് പ്രയാസപ്പെടുമ്പോ മിഹ്റാബിലേക്ക് ആരും അറിയാതെ അല്ലാഹു അതേ തളികയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നാദരിച്ച കറാമത്തുള്ള ബീവി
എന്ന് പറഞ്ഞുകൊണ്ട് ആ ബീവിയോട് തേടിയോ ഇല്ല. കറാമത്ത് കച്ചവടമില്ല, എന്നാ കറാമത്തുണ്ട്, മുഅ്ജിസത്തുകളുണ്ട്. മുഅ്ജിസത്ത് കച്ചവടമില്ല, മുഅ്ജിസത്തുകളുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകനെയും സ്വഹാബത്തിനെയും എല്ലാവരും സൽക്കരിക്കുന്നു, കഴിവുള്ള ആളുകളൊക്കെ സൽക്കരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഓരോ കാലടിക്കും ഒരടിമയെ മോചിപ്പിച്ച പ്രതിഫലം എനിക്ക് അല്ലാഹ് കൊടുക്കണേ. ഓരോ സൽക്കാരവും സ്വീകരിക്കുമ്പോൾ റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നു, ബാറക്കല്ലാഹു ഫീ തുആമിക്കും, അല്ലാഹു നിന്റെ ഈ ഭക്ഷണത്തിൽ ബർക്കത്ത് ചൊരിയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിക്കുന്നു. പാവങ്ങളായ സ്വഹാബികൾക്ക് വല്ലാത്ത വിഷമം. അങ്ങനെ ഇരിക്കെ ഒരു സ്വഹാബി കരയുന്നു, നബിയെ എല്ലാവരെയും സൽക്കരിക്കണമെന്ന് എനിക്ക് പൂതിയുണ്ട് നബിയെ. പക്ഷേ നബിയെ ആകെ ഈ പാത്രത്തിൽ ഈ 3 സരീദ് ഈ പത്തിരി മാത്രമാണുള്ളത് നബിയെ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പാത്രം ഇങ്ങോട്ട് കൊണ്ടുവാ, ആ പത്തിരിയും വെക്ക്. അവിടത്തെ പൂമേനിയതാ കയ്യതാ ആ ശരീരത്തിൽ ആ ഭക്ഷണത്തിൽ വെക്കുകയാണ്. അല്ലാഹുവോട് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പത്തിരി പെരുകിയത് സ്വഹീഹായ റിവായത്തുകൾ വന്നിട്ടുണ്ടല്ലോ സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള മുഅ്ജിസത്തുകൾ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇതുപോലെ ഒരുപാട് എല്ലാ നാട്ടിലും ഉസ്താദുമാർക്ക് ചെലവ് കൊടുക്കണമെന്ന് കമ്മിറ്റിക്കാർ നിർബന്ധിക്കുമ്പോ പാവപ്പെട്ട ചില വീട്ടിൽ സൽക്കരിക്കാൻ വകുപ്പുണ്ടാവൂല. ഓല് ഈ പറഞ്ഞ നബിയോട്, ഓ നബിയേ, അന്ന് പാവപ്പെട്ട സ്വഹാബി ഇങ്ങനെ പ്രയാസപ്പെട്ടപ്പോ കൈവച്ചുകൊണ്ട് പത്തിരി അധികരിപ്പിച്ചു കൊടുത്ത നബിയല്ലേ നിങ്ങൾ, മുഅ്ജിസത്തുള്ള നബിയല്ലേ നിങ്ങൾ. അതുകൊണ്ട് നബിയെ എനിക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് നബിയോട് തേടാൻ പറ്റുമോ? ഇല്ല. അതാ ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രഭാഷണം മാത്രം സഹോദരങ്ങളെ ഹിദായത്തിന്റെ നേരിന്റെ പാതയുടെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രഭാഷണമല്ല. ഏറ്റവും കാതലായ തൗഹീദും അതേപോലെ തന്നെ ഏറ്റവും കാതലായ സുന്നത്തിന് വിരുദ്ധമായി വരുന്ന ബിദ്അത്തിന്റെ ചില അപകടങ്ങളായ ചില കാര്യങ്ങളും ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. ഇതിൽ പുത്തൻവാദികൾ ആരാണ്, പഴയവാദം ആർക്കാണ് എന്ന് മനസ്സിലാക്കി നന്മയുടെ റൂട്ടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന ഖുത്ബകൾ, നമസ്കാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നമസ്കരിച്ചത്, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുവിൻ, ഞാൻ എന്റെ നമസ്കാരം എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ എന്ന് പറഞ്ഞു. ഇവിടുത്തെ സമസ്തക്കാരോ മുജാഹിദുകളോ നമ്മൾ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കണ്ടിട്ടില്ല. പക്ഷെ ഹദീസുകളിൽ സ്വഹാബികൾ കണ്ടതും രേഖപ്പെടുത്തിയതും കൃത്യമായി ഉണ്ട്. അങ്ങനെ തന്നെ നമ്മൾ നമസ്കരിക്കണം. ആ നമസ്കാരത്തിൽ ഞാൻ പറയട്ടെ, ഇന്നേ വരെ നമ്മുടെ നേതാവ് നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈകെട്ടിയതുപോലെ ഇന്നേ വരെ കൈകെട്ടാൻ പറ്റാത്ത എത്ര സാധുക്കളുണ്ട്. ഒന്നുകിൽ ഹനഫിയാണ്, അല്ലെങ്കിൽ മാലിക്കിയാണ്, അല്ലെങ്കിൽ ഹംബലിയാണ്, അല്ലെങ്കിൽ സഹോദരന്മാരെ മറ്റു പല മദ്ഹബിന്റെ പിന്നാലെയാണ്. നാലാലൊരു മദ്ഹബ് സ്വീകരിക്കാത്തവൻ വല്ലും മുദുല്ലുമാണെന്ന് ഉസ്താദുമാര് പറയുമ്പോ ആകെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഷാഫി, അല്ലെങ്കിൽ മാലിക്, അല്ലെങ്കിൽ ഹംബലി, അല്ലെങ്കിൽ ഹനഫി, ഇതിന്റെ ആളായി ആ മദ്ഹബിൽ പറഞ്ഞതുപോലുള്ള നിസ്കാരം ഇന്നേ വരെ നമ്മുടെ നേതാവ് വുളൂ ചെയ്തതുപോലെ, സ്വഹാബത്ത് വുളൂ ചെയ്തതുപോലെ ഒരു വുളൂ ചെയ്യാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട് അറിയോ? അതുകൊണ്ട് മദ്ഹബിൽ പറഞ്ഞ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന കാര്യങ്ങളും മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വേർതിരിച്ച് പ്രവാചകന്റെ നമസ്കാരം എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന ഇപ്പോൾ നടക്കുന്ന ഖുത്ബകൾ, സലഫി പള്ളിയിൽ നടക്കുന്ന, സലഫി മസ്ജിദിൽ നടക്കുന്ന ഖുത്ബകളിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഓരോരുത്തർക്കും വരാം, അവിടെ തക്കാളിക്ക് വിലയേറി, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇങ്ങനെ വില ഇടിഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ഓല ഖുത്ബ എന്നൊക്കെ മുമ്പ് നമുക്കെതിരെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോ അത് ആരും പറയില്ല. കാരണം എന്താ, വെള്ളിയാഴ്ചയിൽ സലഫി പള്ളിയിൽ നടക്കുന്ന ഖുത്ബകൾ റെക്കോർഡ് ചെയ്ത് അത് ഇന്റർനെറ്റിലൂടെ വ്യാപിച്ച് എവിടെയും നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരുപാട് സലഫി ഖത്തീബുമാരുടെ ഖുത്ബകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട്. റെക്കോർഡ് ചെയ്തത് തന്നെ ബൈലസ് ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ, അൽ ഇസ്ലാഹ് റേഡിയോയിലൂടെ, ദഅവാ വോയിസിലൂടെ കേട്ടുകൊണ്ടിരിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. പ്ലേ സ്റ്റോറിൽ സഹോദരന്മാരെ നമ്മൾ കടന്ന് നമ്മുടേതായ അൽ ഇസ്ലാഹ് റേഡിയോ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അതിലൂടെ ഓരോ പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള സംവിധാനം നമുക്കുണ്ടാകുമ്പോ, ഇന്റർനെറ്റിലൂടെ ദീൻ പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബൈലക്സ് ഇസ്ലാമിക് ക്ലാസ് റൂം, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം, അതിലൂടെ നമ്മൾ പ്രവേശിച്ചാൽ ഒരുപാട് ഹക്കിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഇതിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് സഹോദരന്മാരെ. സമയം അധികരിക്കുന്നു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1-2 കാര്യങ്ങൾ കൂടി പറയട്ടെ.
ആ രീതിയിൽ തൗഹീദ് നമ്മൾ അംഗീകരിക്കണം, സുന്നത്ത് നമ്മൾ അംഗീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. ദിക്റുകളും ദുആകളും അല്ലാഹുവോട് മാത്രമായി കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിനപ്പുറം പിന്നെ ഒരു ഹദ്ദാദുർ റാത്തീബും ഈ പറഞ്ഞ ഏടുകളൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഉമ്മമാരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഇന്ന ജാർത്തിങ്ങന്ന് ഇന്ന പള്ളിയിൽ നിന്ന് ഇന്ന ഇവിടുന്ന് കിട്ടിയതാ. ഇതിൽ പറഞ്ഞത് ദീനാണോ? അല്ല, അതൊന്നും എനിക്കറിയില്ല. ആ ഉസ്താദുമാർ എഴുതിയതല്ലേ എന്നാ ചോദിക്കുക. ഇതന്നെയാണ് ജൂതന്മാരായ ക്രിസ്ത്യാനികളായ പാതിരിമാർ അവരുടെ ഉമ്മത്തിനെയും പഠിപ്പിച്ചത്. ഓരും പറഞ്ഞു ഓരൊക്കെ ആലിമീങ്ങളല്ലേ, അവര് പറയുന്നത് അണ്ണാക്ക് തൊടാതെ വിടുങ്ങി. ഇത് ഈ ഉമ്മത്തിന് വരാതിരിക്കാൻ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ ഫാത്തിഹ കഴിഞ്ഞവൻ പാരായണം ചെയ്യുന്ന ബഖറയിൽ തന്നെ അള്ളാഹു എടുത്തു പറയുമ്പോ പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, നാരിയ സ്വലാത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ച് മദ്ഹ് പറഞ്ഞ് പരിപൂർണമായ സ്വലാത്തും സലാമും മുഹമ്മദ് നബിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആ നബിയെ കുറിച്ച് പിന്നെ വർണ്ണിക്കുന്നു. അല്ലദീ തൻഹല്ലു ബിഹിൽ ലുഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്വാ ബിഹിൽ ലബായിജു വയസ്തസ്ഖൽ ഗമാമ ബിവജ്ഹിൽ കരീം. നബിയെ കെട്ടുകുടുക്കുകൾ അഴിച്ചു മാറ്റി തരുന്നവനാണ്. അല്ലദീ തൻഹല്ലു ബിഹിൽ ലുഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്വാ ബിഹിൽ ലബായിജു വയസ്തസ്ഖൽ ഗമാമ ബിവജ്ഹിൽ കരീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ മദ്ഹ് എന്ന പേരിൽ വിശദീകരിച്ചുകൊണ്ട് അവരുടെ മനസ്സിലെ വിശ്വാസം എന്താ? നബി ഇതൊക്കെ ചെയ്യുമെന്നാണ്. മലയാളത്തിൽ കേരളത്തിലെ സമസ്തക്കാർ പച്ചയായി അവരുടെ ഈ നാരിയ സ്വലാത്ത് ചെല്ലുന്നതിനുള്ള വിശ്വാസം എഴുതി വെച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിലൂടെ അത് ചെല്ലുന്ന ആളുകൾ ശിർക്കിലേക്കാണ് പോകുന്നത്. സഹോദരന്മാരെ, ആ നിലക്ക് കെട്ടുകുടുക്കുകൾ അയച്ചു മാറ്റി തരുന്നവൻ, ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതെയാക്കി തരുന്നവൻ നബിയെ നിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന സ്വലാത്ത് നമുക്ക് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാൻ പ്രത്യേക സ്വലാത്ത് നമുക്ക് താജ് സ്വലാത്ത് എന്ന പേരിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇപ്പോൾ പഠിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലുള്ള സ്വലാത്തൊന്നും പൂർണ്ണമല്ല. കമാലിയ സ്വലാത്ത്, ഇതാണ് പരിപൂർണ്ണ സ്വലാത്ത് എന്ന പേരിൽ ഉസ്താദുമാരുണ്ടാക്കിയിട്ടുള്ള കമാലിയ സ്വലാത്ത് നമുക്ക് വേണ്ട. അങ്ങനെ വല്ലതും ചെയ്താൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമയ്യുശാഖിക്കിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. റസൂലിന് ആരാണോ എതിരാകുന്നത്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനുണ്ടല്ലോ, വിശ്വാസങ്ങളും കർമ്മങ്ങളും, അതിൽ ആ ഹിദായത്തിന്റെ റൂട്ടിൽ മുഅ്മിനീങ്ങളായ സ്വഹാബികൾ, താബികൾ, തബഉ താബിഈങ്ങൾ, ഹക്കിന്റെ ആളുകൾ, ഹിദായത്തിന്റെ ആളുകൾ ചലിച്ചിട്ടുണ്ട്. ആരാണോ ഈ റസൂലിനും ഹിദായത്തിന്റെ റൂട്ടിലുള്ള മുഅ്മിനീങ്ങളുടെ റൂട്ടിനും എതിരായി ചലിക്കുന്നത്, അല്ലാഹ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, റസൂലുള്ളാഹ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, പക്ഷേ ഞങ്ങളുടെ ഉസ്താദുമാര് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ന ഇമാമ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ന കിതാബിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഖുർആൻ അവിടെ നിൽക്കട്ടെ, ഹദീസ് ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാറോലകളിലേക്കും മദ്ഹബുകളിലേക്കും മന്ദമായ തഖ്ലീദിലേക്ക് പോയാൽ തൗഹീദിന്റെ റൂട്ട് വിടേണ്ടി വരും, സുന്നത്തിന്റെ റൂട്ട് വിടേണ്ടി വരും. ഫമയ്യുശാഖിക്കിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടേതായ റൂട്ടിൽ നിന്ന് എതിരായി ആരൊക്കെയാണോ ചലിക്കുന്നത്, അല്ലാഹു പറയുകയാണ്, നുവല്ലിഹി മാ തവല്ലാ, അവനെ നാം തിരിഞ്ഞിടത്തേക്ക് തന്നെ തിരിച്ചു വിടും. ഇതാണ് സത്യമെന്ന് മനസ്സിലായിട്ടും റസൂലുള്ളാഹിക്ക് എതിരാവുക, ഇതാണ് സത്യമായ റൂട്ടെന്ന് മനസ്സിലായിട്ടും ഹിദായത്തിന്റെ റൂട്ട് വിട്ട് മുഅ്മിനീങ്ങളുടെ വീട്ട് വിട്ടിട്ട് വേറെ റൂട്ടിലേക്ക് പോവുക, അതിന് പല ന്യായങ്ങൾ പറയുക. അങ്ങനെ പോയാൽ അവനെ തിരിഞ്ഞിടത്തേക്ക് നാം തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവൻക്ക് പിന്നെ ഹിദായത്ത് കിട്ടില്ല, അവനെ നാം നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. വസാഅത്ത് മസീറാ, അവൻ മടങ്ങിച്ചെല്ലുന്ന ആ കേന്ദ്രമുണ്ടല്ലോ, അതെത്ര മോശമായ കേന്ദ്രമാണെന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് നേരിന്റെ റൂട്ട് വിടല്ലേ, സുന്നത്ത് ജമാഅത്ത് വിടല്ലേ, പൂർവികരുടെ പാത വിടല്ലേ, പുത്തൻ വാദങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നന്മയിൽ ഒരുമിച്ച് കൂടണം കേട്ടോ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഇതിൽ നിന്ന് നമ്മളെ ഭിന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന ഉസ്താദുമാരുടെ പിഴവിന്റെ കാരണവും കൂടി ഞാൻ പറയാ. ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അത്? അവര് ഖുർആനും ഹദീസും ഒക്കെ ഓതി പഠിക്കാൻ കിതാബ് തിരിഞ്ഞാൽ ഇബാറത്തുകളൊക്കെ വായിക്കാനും പിടിക്കാനും കഴിയുന്ന ഒരു അവസ്ഥ വന്നാൽ ഉസ്താദുമാർ ഓതി പഠിക്കുന്ന ഒരു കിതാബുണ്ട്, ജലാലൈനി തഫ്സീർ. അതിന് പിൽക്കാലത്ത് സ്വാവി എന്ന് പറയുന്ന പണ്ഡിതൻ എഴുതിയ ഒരു വ്യാഖ്യാനം, അതിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ ഒരു ആയത്ത്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക വദാ,
എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം എഴുതി വെക്കുന്നു, വലാ യജൂസു തഖയ്യിദു മാ ഹദൽ മദാഹിബുൽ അർബഅ വലൗ ആഫഖ ഖൗല الصحابة والحديث الصحيح والآية وربما أداه ذلك للكفر لأن الأخذ بظواهر الكتاب والسنة من أصول الكفر ولا يجوز تقييد ما هذا المذاهب الأربعة. നാലാലൊരു മദ്ഹബിൽ ഉറച്ചു നിൽക്കലല്ലാതെ ഈ മദ്ഹബ് നാലും വിട്ടിട്ട് പുറത്തേക്ക് പോവാൻ പാടില്ല. വലാ യജൂസു, അത് അനുവദനീയമല്ല. ഉസ്താദുമാർ ഓതിക്കൊടുത്തൊരു കിതാബാത്. എന്നിട്ടോ വലൗ ആഫഖ ഖൗല الصحابة والحديث الصحيح والآية, ഈ നാലാലൊരു മദ്ഹബ് വിട്ടിട്ട് പുറത്തേക്ക് ചാടുക, എന്നിട്ട് വേറെ ഒരു സംഗതി ചാടി പിടിക്കുക എന്ന് പറയുന്നത് അത് ഖുർആനിനോട് യോജിക്കുന്ന കാര്യമായാലും എടുക്കാൻ പറ്റൂല. വൽ ഹദീസ് സ്വഹീഹ, സ്വഹീഹായ ഹദീസാണെങ്കിലും സ്വീകരിക്കാൻ പറ്റൂല. സ്വഹാബത്തിന്റെ റൂട്ടാണെങ്കിലും പറ്റൂല. വലൗ ആഫഖ ഖൗല الصحابة والحديث الصحيح والآية وربما أداه ذلك للكفر فالخارج عن المذاهب ضال مضل. ഈ മദ്ഹബിൽ നിന്ന് പുറത്തേക്ക് ചാടൽ സ്വയം പിഴപ്പിക്കുന്ന ഏർപ്പാടാണ്. കാരണം لأن الأخذ بظواهر الكتاب والسنة من أصول الكفر, ഖുർആനും സുന്നത്തും അതിന്റെ ബാഹ്യമായ ആശയം മനസ്സിലാക്കിക്കൊണ്ട് അമൽ ചെയ്യൽ കുഫരിയത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഖുർആൻ എടുത്താൽ, ഹദീസ് എടുത്താൽ, സ്വഹാബത്തിന്റെ റൂട്ട് എടുത്താൽ, ഈ നാലാലൊരു മദ്ഹബ് അത് നാലും വിട്ട് ഖുർആനും ഹദീസും സ്വഹാബത്തും അത് പിടിച്ചാൽ ളാലായി മുദില്ലായി. ഇതാണ് ഉസ്താദുമാര് പാവം ഓതി പഠിച്ചിട്ടുള്ള, ഓരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഓല് മദ്ഹബിന്റെ ആ തഖ്ലീദ് തന്നെയാണ് അവർക്കുള്ളത്. എന്നിട്ടോ ഈ മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞതോ ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഞങ്ങളുടെ കാലശേഷം സ്വഹീഹായ ഹദീസുകൾ കണ്ടാൽ അവിടെ എടുക്കണം, അതെടുക്കണം, അതാണ് എന്റെ മദ്ഹബ്. എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു. അതുകൊണ്ട് ഒരു കുറ്റക്കാരല്ല, ഞങ്ങൾ ആ ഇമാമിങ്ങൾ അംഗീകരിക്കുന്നവരാണ്. കാരണം അവൻ പുത്തൻവാദികളല്ല, അവർ ഹക്കിന്റെ പ്രമാണത്തെ അംഗീകരിച്ചവരാണ്, അത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞവരാണ്. എന്ന ഇതേ ഉസ്താദുമാര് തന്നെ പള്ളി ദർസിൽ ഓതി പഠിക്കുമ്പോ സഹോദരന്മാര് വേറൊരു കിതാബും പഠിച്ചിട്ടുണ്ട്, അദ്കിയ എന്ന് പറഞ്ഞിട്ട്. ഉസ്താദുമാരോട് ചോദിച്ചു നോക്കി, നിനക്ക് കിതാബ് പഠിച്ചിക്കണോ? ഉണ്ട്. അതിൽ കാണാം, ഇതിലാ ദലീല അല ത്വരീഖി ഇലല്ലിലാ ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില ഫി ഹാലിഹി വഫഅലിഹി വമഖാലിഹി ലതതബിഅന്ന വതാബിഅൻ ലാ തഅദിലാ. ഇലാഹിന്റെ റൂട്ടിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക് പോകണമെങ്കിൽ മുഹമ്മദ് നബിയെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും അവിടുത്തെ എല്ലാ അവസ്ഥയും പരിപൂർണമായി സ്വീകരിച്ച ആ റൂട്ട് പിൻപറ്റലല്ലാതെ ഇലാഹിന്റെ റൂട്ടിലേക്ക് എത്താൻ, സ്വർഗത്തിലേക്ക് എത്താൻ വേറെ മാർഗമില്ല. ഇതിലാ ദലീല അല ത്വരീഖി ഇലല്ലില ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില ഫി ഹാലിഹി വഫഅലിഹി വമഖാലിഹി ലതതബിഅന്ന വതാബിഅൻ ലാ തഅദിലാ. ഈ ബൈത്തിലൂടെ ഇവർ ഓതി പഠിച്ച ഈ കാര്യം അവർ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ അവര് രക്ഷപ്പെടും, ഉമ്മത്ത് രക്ഷപ്പെടും. പക്ഷെ അത് അവർ വെച്ചിട്ട് മദ്ഹബിനോടുള്ള തഖ്ലീദാണ് അവർക്കുണ്ടായത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഉസ്താദുമാരെ നോക്കാൻ നമ്മളോട് പറഞ്ഞില്ല. രണ്ട് കാര്യം ഉപേക്ഷിച്ചു പോവാണ്. ആരതിനെ പിടിക്കുന്നുവോ അള്ളു അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ആരും പിഴപ്പിക്കൂല, നിങ്ങൾ പിഴച്ചു പോകൂല. അള്ളാന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഇവയെ മുൻഗാമികൾ മനസ്സിലാക്കിയ റൂട്ടിൽ മനസ്സിലാക്കി ആചരിക്കുക, തൗഹീദിൽ ഉറക്കുക, സുന്നത്തിൽ ഉറക്കുക, മുൻഗാമികളുടെ റൂട്ടിൽ ഉറക്കുക. പുത്തൻ വാദങ്ങളെ അറിഞ്ഞ് പിടിതെറിയുക. അത് പറയുന്ന എത്ര വലിയവനായാലും അവനോട് സലാം പറഞ്ഞു പിരിയുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ വാക്കിൽ വല്ലതും അധികരിച്ച് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ ട്രെയിനിന്റെ സമയമായതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ പരമാവധി ഈ ലൈറ്റും സൗണ്ടും നമ്മുടെ സമ്പത്തൊക്കെ പല രീതിയിൽ നമ്മൾ ചെലവഴിക്കുമ്പോ ഉപകാരപ്പെടണേ എന്നുള്ള നിലക്ക് നമ്മുടെ സമയം പരമാവധി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതൊരു ഹിദായത്തിന്റെ മാർഗമായി
അല്ലാഹ് നീ മാറ്റണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന. ഇവിടെ വന്നിരിക്കുന്ന ഇതൊരുപാട് കേട്ട എന്റെ സഹോദരങ്ങൾ വീണ്ടും വീണ്ടും ഇത് എത്തിച്ചു കൊടുക്കുന്നതിൽ സാക്ഷികളാകുമ്പോൾ അതിന് പ്രതിഫലം തരണേ എന്ന ഉദ്ദേശത്തോടെ വന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അറിയാതെ ഇതിന് തെറ്റിദ്ധരിച്ച സഹോദരങ്ങൾ ഈ വാക്ക് കേട്ടപ്പോ കുറെ തെറ്റിദ്ധാരണകൾ അകന്നു. റബ്ബേ, ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഇതിന്റെ സീഡികൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. എം സി വിഷനും അതേപോലെ തന്നെ ഒരുപാട് നമ്മുടെ സീഡികൾ വിൽക്കുന്ന സഹോദരങ്ങളുണ്ട്. ഇവിടെ ഇത് പിടിക്കുന്ന ആളുകളുടെ കയ്യിൽ തന്നെ അതിന്റെ സീഡികളുണ്ട്. നമ്മുടെ വാതായനങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ പള്ളിയുണ്ട്, ലഘുലേഖകളുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ദഅവാ പ്രവർത്തകരുണ്ട്, അവരുടെ വീടുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഒക്കെ ഉപയോഗപ്പെടുത്തി ഹക്ക് പഠിക്കാൻ അതിന്റെ ആളാവാൻ നിങ്ങൾ തയ്യാറാവുക. നമ്മൾ അറിഞ്ഞതിനപ്പുറം ചിലപ്പോൾ ഹിദായത്തിന്റെ റൂട്ടുകൾ ഉണ്ടാകും. അല്ലാഹ് അത് ഞങ്ങളെ അറിയിച്ചു തരണമേ എന്ന പ്രാർത്ഥന നമുക്കുണ്ടാവുക. കിട്ടിയ ഹിദായത്തിൽ നമുക്ക് ഇസ്തിഖാമത്ത് വേണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനാണ് നീ. ഈ ഹൃദയത്തെ നിന്നെ അനുസരിക്കുന്ന, നിന്റെ ദീൻ ഉൾക്കൊള്ളുന്ന ആ ഹിദായത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ച് ജീവിച്ച് മരിക്കുന്ന, അങ്ങനെ മരിക്കാനും ഖബറിൽ വന്നുകൊണ്ട് ഇതാരാണെന്ന് ചോദിച്ച് പ്രവാചകന്റെ രൂപം കാണിക്കുമ്പോ ഇത് ഞങ്ങളിലേക്ക് ഹിദായത്തിനെ കാണിച്ചു തരാൻ വേണ്ടി വന്ന പ്രവാചകനാണ്, മുഹമ്മദ് നബിയാണെന്ന് പറയാൻ, അല്ലാഹു ആണ് റബ്ബെന്നും ദീനാണ് ഇസ്ലാമാണ് ദീനെന്നും കഅബാലയമാണ് ഖിബ്ലയെന്നും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമാണ് എന്റെ സഹോദരീ സഹോദരങ്ങളെന്നും അതേപോലെ തന്നെ ഖുർആനും അത് കേട്ടതനുസരിച്ച് അത് സത്യപ്പെടുത്തിയ ജീവിതവുമാണ് എന്റെ പ്രമാണവും ജീവിതവും എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. മദ്ഹബിന്റെ കിതാബുകളല്ല, അല്ലെങ്കിൽ ഇമാമുകളല്ല, ഷാഫിയാണ് എന്റെ ഇമാം എന്നല്ല, ഖബറിൽ പറയുന്നത് അൽ ഖുർആനു ഇമാമി എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ അതിന്റെ ആളായി മാറുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മളിൽ വന്നു പോയ പാപങ്ങൾ ഗഫൂർ റഹീമായ നമുക്ക് അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വ അജ്ർ വാലിദീനാ മിനൻ നാർ. തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.